ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആണ്. വാട്ട് ഈസ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് നോക്കാം നമുക്ക്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് നോക്കിക്കോ. സി, നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത് ഗ്യാസ് ലോകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാസിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് സയൻറ്റിസ്റ്റുകൾക്ക് എക്സ്പെരിമെൻ്റിൽ കിട്ടിയത് അതേപോലെ നിയമമാക്കി പറഞ്ഞത്, അതാണ് ഗ്യാസ് ലോസ്. എന്നാൽ ആ ലോയിൽ നിന്നൊക്കെ കിട്ടിയ നോളജിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്യാസ് എങ്ങനെയായിരിക്കുമെന്ന് തിയററ്റിക്കലി നമ്മുടെ മനസ്സിലുള്ള ആ ഒരു കൺസെപ്റ്റ് പറയുന്നതിൻ്റെ പേരാണ് തിയറിയും ലോയും വ്യത്യാസമുണ്ടല്ലോ. ഡാൾട്ടൺ ആറ്റത്തിനെ പറ്റിയിട്ട് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായ കൺസെപ്റ്റ് പറഞ്ഞതാണ് ഡാൾട്ടൺ അറ്റോമിക് തിയറി. അതേ സ്ഥാനത്ത് ഗ്യാസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷറിന് എന്ത് വേരിയേഷൻ ചെയ്യുന്നു എന്നുള്ളത് ഗേ-ലുസാക്ക് എക്സ്പെരിമെൻ്റിൽ കണ്ടുപിടിച്ചു. അത് ഗേ-ലുസാക്ക് തിയറി അല്ല, അത് ലോയാണ്. വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ ഗ്യാസ് എന്താണ് എന്നുള്ളത് ഒരു തിയററ്റിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു വിശദീകരണം തരുന്ന നിയമമാണ് അല്ലെങ്കിൽ തിയറിയാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഒരു ഗ്യാസ് എന്താണ് എന്ന് വിശദീകരിക്കുന്നതാണ് കൈനറ്റിക് തിയറി. നമുക്കിതിൻ്റെ ഓരോ പോയിന്റുകളിലേക്ക് നീങ്ങാം. ഫസ്റ്റ് പോയിന്റ്, all gases are made up of small particles called atoms or molecules. എല്ലാ ആറ്റങ്ങളും ഒന്നുകിൽ മോളിക്യൂൾസിനാലാണ് അല്ലെങ്കിൽ ആറ്റത്തിനാലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, റൈറ്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ ഗ്യാസസ് ഇപ്പം ഞാനൊരു പാത്രത്തിൽ ഗ്യാസ് ഉള്ളതായിട്ട് പരിഗണിക്കാം. സി, നോക്കോ, ഞാനൊരു പാത്രം എടുത്തു, ആ പാത്രത്തിൽ ഗ്യാസ് ഉണ്ട്. ഇതിലുള്ള ഗ്യാസുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. അല്ലെങ്കിൽ ഇതിലിപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ഗ്യാസ് ഉള്ളതായിട്ട് പരിഗണിക്കാം. ജസ്റ്റ് അതിൽ ഒരു ഗ്യാസ് ഉണ്ട്, ഏതെങ്കിലും ഒരു ഗ്യാസ് ആയിക്കോട്ടെ. ഒരു പാത്രത്തിൽ കുറച്ച് ഗ്യാസ് ഇരിക്കുന്നുണ്ട്, റൈറ്റ്, ഫൈൻ. വലുതാക്കിയതാണ്, ശരി. ഈ ഗ്യാസുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒന്നുകിൽ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ ആൻഡ്. ഈ മറ്റൊരു പോയിന്റ്, ഗ്യാസുകൾ വളരെ ദൂരെയായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് പാർട്ടിക്കിൾസ്. ഇവർക്കിടയിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ല. കൈനറ്റിക് തിയറിയാണ് നമ്മൾ പറയുന്നത്, അതിൻ്റെ പോസ്റ്റുലേറ്റുകളാണ്, പോയിന്റുകളാണ്. മൂന്നാമത്തെ പോയിന്റ് എന്തെന്നാൽ, ഈ ടോട്ടൽ വോളിയം ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യുന്ന ടോട്ടൽ വോളിയം കമ്പയർ ചെയ്യുമ്പോൾ ഒരൊറ്റ പാർട്ടിക്കിളിൻ്റെ വോളിയം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ നെഗ്ലിജിബിൾ. ഓക്കെ, അടുത്ത പോയിന്റ്, ഒരു പാത്രത്തിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് അവിടെ ഇങ്ങനെ നിൽക്കുന്നതല്ല, അത് കണ്ടിന്യൂസ് റാൻഡം മോഷനിലാണ്. സോ ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ ഇൻ കണ്ടിന്യൂസ് റാൻഡം മോഷൻ. ദേ ആർ ഇൻ കണ്ടിന്യൂസ് റാൻഡം മോഷൻ. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അവരുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ ഇവിടെ ഉള്ള ഒരു പാർട്ടിക്കിളിനെ തട്ടുമ്പോൾ പിന്നെ അത് മറ്റൊരു അങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു പാർട്ടിക്കിൾ തട്ടി, അവിടെ നിന്ന് പിന്നെ അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ചുമരുമ്പോൾ തട്ടി, ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് ചെയ്യുക. ഈ മൂവ്മെൻ്റ് ഒക്കെ സ്ട്രൈറ്റ് ലൈൻ മൂവ്മെൻ്റ് ആണ്. തട്ടുന്ന വരെ സ്ട്രൈറ്റ് ലൈനിലാണ് പോവുക, അങ്ങനെ വേവ് ആയിട്ടൊന്നല്ല പോവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഈ റാൻഡം മോഷൻ ആണെങ്കിൽ തന്നെ ആ മോഷൻ ഒരു കൊളീഷനിൽ നിന്ന് മറ്റൊരു കൊളീഷനിലേക്ക് അത് സ്ട്രൈറ്റ് ആയിട്ടാണ് പോവുക. അതോടൊപ്പം ഒരു പോയിന്റ് കൂടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ദേ ആർ ഇൻ കണ്ടിന്യൂസ് റാൻഡം മോഷൻ. ഡ്യൂറിങ് ദെയർ മോഷൻ ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ. ദാറ്റ് ഈസ് കൊളീഷൻ ഒക്കർ. കൊളീഷൻ ഏതൊക്കെ രീതിയിൽ വരാം? തമ്മിൽ വരാം, മീൻസ് മോളിക്യൂളുകൾ തമ്മിൽ വരാം, അതേപോലെ ചുമരിലും വരാം. സോ കൊളീഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസും വരാം. പിന്നെ എങ്ങനെ വരാം? പാർട്ടിക്കിൾസ് വിത്ത് വാൾസ് ഓഫ് ദ കണ്ടെയ്നർ വരാം. പാർട്ടിക്കിളും വാളും കൂടെ എന്ത് ചെയ്യാം? കൊളൈഡ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ഗ്യാസ് പ്രഷർ എക്സേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥം എന്താണെന്നറിയോ? ഈ പാർട്ടിക്കിൾ വന്ന് ഈ ചുമരിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് നമുക്ക് പ്രഷറായിട്ട് എക്സേർട്ട് ചെയ്യുന്നത്. So pressure exerted by the gas molecule is due to its collision on the walls. അപ്പോൾ ഒരു ഗ്യാസ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതിന് കാരണം എന്താണ്? വാൾസിൽ വന്ന് കൊളൈഡ് ചെയ്യുന്നതുകൊണ്ടാണ്. പോയിന്റുകൾ ഓരോന്നായിട്ട് നോക്ക്.
എല്ലാ ഗ്യാസും നിർമ്മിച്ചിരിക്കുന്നത് ചെറിയ പാർട്ടിക്കിൾസിനാലാണ്, അതാണ് ആറ്റം അല്ലെങ്കിൽ മോളിക്യൂള്. പിന്നെ ഗ്യാസ് പാർട്ടിക്കിൾസിനിടയിൽ ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈച്ച് ഗ്യാസ് പാർട്ടിക്കിൾസ് വോളിയം എന്ന് പറയുന്നത് വളരെ ചെറുതായതുകൊണ്ട് അത് നെഗ്ലിജിബിൾ ആണ്. പിന്നെ ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് റാൻഡം മോഷനിലായിരിക്കും. ഡ്യൂറിങ് ദെയർ മോഷൻ ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആസ് വെൽ ആസ് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡ്യൂ ടു ഇറ്റ്സ് കൊളീഷൻ ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. റൈറ്റ്. ഇനി ഈ മൂവ്മെൻറ്റിന് ഗ്രാവിറ്റിക്ക് ഒരു പങ്കുമില്ല. ഗ്രാവിറ്റി ഹാസ് നോ ഇൻഫ്ലുവൻസ്. ഗ്രാവിറ്റി ഹാസ് നോ ഇൻഫ്ലുവൻസ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതിന് നമ്മളിങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ മെല്ലെ ഇങ്ങനെ വന്ന് സെറ്റിൽ ചെയ്യുമോ? ഇല്ല. അഥവാ ഗ്രാവിറ്റിക്ക് ഒരു റോളും ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്യുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഗ്രാവിറ്റി ഹാസ് നോ ഇൻഫ്ലുവൻസ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മൾ ഈ കൊളീഷനുമായി പറഞ്ഞപ്പോൾ ഈ കൊളീഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. എന്താണ് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും ഇലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനും. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളീഷൻ്റെ ഫലമായിട്ട് നോ നെറ്റ് ഗെയിൻ ഓർ ലോസ് ഓഫ് എനർജി ടു ദ സിസ്റ്റം. ഇപ്പം നമ്മൾ ഒരു പാർട്ടിക്കിൾ എ മറ്റൊരു പാർട്ടിക്കിൾ ബിയുമായി ഹിറ്റ് ചെയ്യാണ്. ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ എനർജി ഒരു 100ഉം ഇവിടുത്തെ എനർജി ഒരു 10ഉം ആണെങ്കിൽ ഇപ്പോൾ ടോട്ടൽ എനർജി ഇവർ രണ്ടുപേരും കൂടെ എത്രയാണ്? 110 ആണ്. ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ടോട്ടൽ എനർജി എന്തെന്നെ വരും? 110 തന്നെ വരും. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചേക്കാം? ഈ ആറ്റങ്ങൾക്ക് അല്ലെങ്കിൽ ഈ മോളിക്യൂളുകളുടെ എനർജി എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം, അഥവാ വാരി ചെയ്തിട്ടുണ്ടാവാം. ഈ 100 ഉണ്ടായിരുന്ന ആൾ ഇപ്പോൾ ഒരു പക്ഷേ ഈ ഹിറ്റ് ചെയ്തിട്ട് ഇപ്പം കൂട്ടിമുട്ടിന് ശേഷം ഒരാൾ ഇങ്ങോട്ട് തെറിച്ചു, ഒരാൾ അങ്ങോട്ട് തെറിച്ചു. ഇയാളുടെ എനർജി 100 ഉണ്ടായിരുന്ന ഒരു പക്ഷേ 80 കുറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അപ്പോൾ ഇയാളുടെ എന്തായിട്ടും 30 കൂടിയിട്ടുണ്ടാകാം. സോ ടോട്ടൽ ഇപ്പോഴും തന്നെയാണ് 110 തന്നെയാണ്. അതാണ് ഇലാസ്റ്റിക് കൊളീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ കൊളീഷൻ്റെ ഫലമായിട്ട് എനർജി നഷ്ടമോ ലാഭമോ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഓർഗനൈസേഷൻ, എന്താ പറയുക, എക്സ്ചേഞ്ച് ഓഫ് എനർജി മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. ഓക്കെ. ഇനി ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഈ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അതിൽ വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത മോളിക്യൂളുകൾക്ക് വ്യത്യസ്ത എനർജിയും വെലോസിറ്റിയുമാണ് ഉള്ളതെങ്കിലും തന്നെ ടോട്ടൽ വെലോസിറ്റി അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ് അല്ലേ. എന്നാൽ നമ്മൾ ഇവിടുന്ന് ടെമ്പറേച്ചർ കൊടുത്താലോ? ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് കൂടും, വെലോസിറ്റി കൂടും, അതിനാൽ കൈനറ്റിക് എനർജിയും കൂടും. സോ ലാസ്റ്റ് പോയിൻ്റ് അതാണ്. സോ നമുക്ക് എഴുതാൻ പറ്റും കൈനറ്റിക് എനർജി ആൻഡ് ഹെൻസ് വെലോസിറ്റി of gas molecules are directly proportional to absolute temperature. These are the points regarding kinetic theory of gases. ഒന്ന് വായിച്ചു നോക്കാം. All gases are made up of very small particles called atoms അല്ലെങ്കിൽ molecules. There is no force of attraction between gas molecules. The volume of each particles can be neglected. Then they are in continuous random motion. During their motion they collide with each other and also with the walls of the container. Pressure exerted by the gas is due to its collision on the walls of the container. Then gravity has no influence on the motion of the particle. Then collisions are perfectly elastic, means no net gain or loss of energy. Then kinetic energy of the whole system is directly proportional to temperature. Okay. ഇനി ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളെ കറക്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാൻ പോവാണ്. Here is that one. Kinetic molecular theory of gases suggested by Maxwell and Boltzmann and others. What are the postulate? ഒന്നാമത്തത്, all gases are made up of large number of extremely small particles called molecules അല്ലെങ്കിൽ atoms. Then the molecules are separated from one another by a large distance so that the actual volume of the particles are negligible. 3. There is no attractive force between the molecules. They move completely independent of each other. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ മറ്റേ പാർട്ടിക്കിൾ പിടിച്ചു വലിക്കാനുള്ള പ്രശ്നമൊന്നുമില്ല, ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓടി കളിക്കാൻ അർത്ഥം. Then particles of gases are in continuous random motion. Then during their motion they keep on colliding with each other and also with the walls of the container. The pressure exerted by the gas is due to its collision അല്ലെങ്കിൽ bombardment എന്ന് പറഞ്ഞാൽ collision on the walls of the container. Then molecular collisions are perfectly elastic, that is there is no net gain or loss of energy by the collision. However, there may be redistribution of energy. Redistribution of energy may be there. Exchange of energy ഉണ്ടാവാന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അടുത്തത്, gravity has no influence on the movement of particles.
Finally, average kinetic energy of the molecule is directly proportional to its absolute temperature. This is about kinetic theory of gases. Okay? ഇനി നമ്മൾ കൈനറ്റിക് തിയറി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള എന്താണെന്ന് അറിയാം മക്കളെ? എല്ലാം കണ്ടോളൂ. ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ്. ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ്. ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ് അല്ലെങ്കിൽ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ അല്ലെങ്കിൽ ഐഡിയൽ നേച്ചർ. ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, പി വി ഈക്വൽസ് എൻ ആർ ടി. ഈ ഇക്വേഷൻ അറിയാത്തവരില്ലല്ലോ. ഈ ഇക്വേഷൻ ഒബേ ചെയ്യുന്ന എല്ലാ ഗ്യാസുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ്. ദ ഗ്യാസ് വിച്ച് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഓവർ എൻ്റെ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് കോൾഡ് ഐഡിയൽ ഗ്യാസ്. എന്താ അർത്ഥം? ഈ ഇക്വേഷൻ എല്ലാ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒബേ ചെയ്യുന്ന ആൾക്കാരുടെ പേരാണ് ഐഡിയൽ ഗ്യാസ്. എന്നാൽ എല്ലാ ഗ്യാസുകൾക്കും എല്ലായ്പ്പോഴും ഐഡിയൽ ബിഹേവിയർ കാണിക്കാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ പി വി ഈക്വൽസ് എൻ ആർ ടി എന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. പി വി മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു എൻ ആർ ടി. അത് വ്യത്യസ്ത കണ്ടീഷനിൽ വ്യത്യസ്ത രീതിയിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഈ ഇക്വേഷൻ ഒബേ ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ വിളിക്കുക നോൺ ഐഡിയൽ ഗ്യാസ്. നോൺ ഐഡിയൽ ഗ്യാസ്. എന്നാൽ എക്സ്പെരിമെൻ്റലി നൺ ഓഫ് ദ ഗ്യാസ് ബിഹേവ്സ് ആസ് ഐഡിയൽ ഇൻ ഓവർ ഓൾ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഒറ്റ ഗ്യാസും എപ്പോഴും ഈ ബിഹേവിയർ കാണിക്കുന്നില്ല എന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ശരിക്കുള്ള ഗ്യാസുകളില്ലേ, അവർ നോൺ ഐഡിയൽ ആണ് എന്നർത്ഥം. റിയൽ ഗ്യാസസ് ആർ നോൺ ഐഡിയൽ ഇൻ ക്യാരക്ടർ. സംടൈംസ് അത് ഒരു ചില സമയത്ത് കാണിച്ചേക്കാം. അതിന് കണ്ടീഷൻ കാണിക്കണ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പം നോർമലി ഗ്യാസസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയൽ നേച്ചർ അല്ലെങ്കിൽ ഐഡിയൽ ബിഹേവിയർ. ഇനി അതെങ്ങനെ സാറേ നമ്മളങ്ങനെ പറയാം, എന്തടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ കേട്ടോളൂ. ഞാൻ അതിൻ്റെ വിശദീകരണം തരാൻ പോവാണ്. ആദ്യം ഞാനത് ആദ്യം നിങ്ങളോട് പറയണത് ബൈ ത്രൂ ഐസോതേം ഗ്രാഫ്. ഐസോതേം ഗ്രാഫിലൂടെ ഞാൻ അതിനാദ്യം വിശദീകരിക്കാം. ഐസോതേം ഗ്രാഫിലൂടെ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയറാണ് ഐസോതേം ഗ്രാഫ്. സി പി എഗെയിൻസ്റ്റ് വി വരച്ചാൽ നമുക്ക് കിട്ടേണ്ടത് ഇങ്ങനെയാണ്. സോറി കിട്ടേണ്ടത് ഇങ്ങനെയാണ്. പി എഗെയിൻസ്റ്റ് വി വരച്ചാൽ കിട്ടേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും അത് ഐഡിയൽ ഗ്യാസ് ആണ് എന്ന്. എന്നാൽ നമ്മൾ വരച്ചപ്പോൾ ശരിക്കും ഒരു പെർട്ടിക്കുലർ ഗ്യാസിന് ഇപ്പോൾ നൈട്രജൻ അല്ലെങ്കിൽ ഓക്സിജനൊക്കെ നമ്മൾ എടുത്ത് ഈ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഡീവിയേറ്റ് ചെയ്തിട്ടാണ്. ഇങ്ങനെയാണ് കിട്ടിയത്. ഇതാണ് റിയൽ ഗ്യാസ്. മനസ്സിലായില്ല? നമ്മളൊരു ഗ്യാസ് ഐഡിയൽ ആയിട്ടാണ് ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന പ്രഷറിൽ ഇന്ന വോളിയം വേണം, ഇന്ന ടെമ്പറേച്ചറിൽ നമുക്കറിയാം. അപ്പോൾ നമ്മൾ തിയറിറ്റിക്കലി എക്സ്പെക്ട് ചെയ്ത ഗ്രാഫ് ഇങ്ങനെയാണ്, പക്ഷേ എക്സ്പെരിമെൻ്റിൽ കിട്ടിയ ഗ്രാഫ് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കണ്ട ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡീവിയേറ്റ് ചെയ്ത് കണ്ടോ നിങ്ങൾ? ഇങ്ങോട്ട് ഇവിടെ വോളിയം കുറയുമ്പോൾ പ്രഷർ ഇങ്ങോട്ട് ഈ പ്രഷർ ഭാഗത്തേക്ക് ചാരിയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ വോളിയം നല്ലോണം കുറയും പ്രഷർ കൂടുമ്പോൾ എന്നാണ് ഈ ഗ്രാഫ് എന്ന് മനസ്സിലായത്. എന്നാൽ ഈ ഗ്രാഫ് നോക്ക് കുറച്ചും കൂടി അപ്പുറത്തേക്കാണുള്ളത്. ഡീവിയേഷൻ വളരെ ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പി വി എഗെയിൻസ്റ്റ് പി ഗ്രാഫ് വരച്ചു കഴിഞ്ഞാലും നമുക്കിത് വിശദീകരിക്കാൻ പറ്റും. നോക്കിക്കോ. ഞാൻ പി വി എഗെയിൻസ്റ്റ് പി ഗ്രാഫ് വരക്കുകയാണ്. പി വി എഗെയിൻസ്റ്റ് പി വരക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഗ്രാഫ് ഇങ്ങനെയാണ്. ഗ്രാഫ് ഐഡിയൽ ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് ഇങ്ങനെയാണ്. പക്ഷേ നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാം മക്കളെ? ഹീലിയം പോണി ഇങ്ങനെ. ഹീലിയം എന്ന ഗ്യാസ് കുറച്ചൊക്കെ ഐഡിയൽ ക്യാരക്ടറിനോട് സാമ്യത ഉണ്ടായിട്ടാണ് പോണത്. എന്നാൽ ഹൈഡ്രജനിലേക്ക് എത്തുമ്പോൾ ആ ഡീവിയേഷൻ കൂടി. കണ്ട, ഹൈഡ്രജനിലേക്ക് എത്തിയപ്പോൾ കൂടി. ഇനി നോക്ക്, മറ്റൊരു ഗ്യാസാണിത്. ഞാനത് മീതെയിൻ ആയിക്കോട്ടെ, മീതെയിൻ പോയതാണ്ടാ. ഇനി വേറൊരു ഗ്യാസ് നോക്ക്, കാർബൺ ഡൈ ഓക്സൈഡ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഡീവിയേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനില്ലേ? സോ ബൈ സ്റ്റഡിയിങ് ഐസോതേം ഗ്രാഫ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഗ്യാസസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. എക്സ്പെക്റ്റ് ചെയ്ത ബിഹേവിയറിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഐസോതേം ഗ്രാഫിലൂടെ മനസ്സിലാക്കി. ഇനി നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ അതിന് മനസ്സിലാക്കാം. എന്നിട്ട് എന്തുകൊണ്ട് ഡീവിയേറ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ പറയൂട്ടോ. രണ്ടാമത്തെ മെത്തേഡാണ്
ത്രൂ കംപ്രസിബിലിറ്റി ഫാക്ടർ. കംപ്രസിബിലിറ്റി ഫാക്ടർ സ്റ്റഡിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം എന്താണ് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് ഞാൻ പറയട്ടെ. സി, ഓൾ ഓഫ് വി നോ ദാറ്റ് പി വി ഈക്വൽസ് എൻ ആർ ടി. എന്താ ഈ ആർ ടി മാത്രം വരുന്നത്? പി വി ഈക്വൽസ് എൻ ആർ ടി ആണെങ്കിൽ അത് ഐഡിയൽ ഇക്വേഷനാണ്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ്, ഐഡിയൽ ബിഹേവിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, പി വി ബൈ എൻ ആർ ടി ഈക്വൽസ് 1 എന്ന്. അപ്പോൾ ഇതിൻ്റെയും അർത്ഥം വരുന്നത് എന്തുതന്നെയാണ്? ഇതിൻ്റെയും അർത്ഥം വരുന്നത് ഐഡിയൽ ആണെന്നാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു പി വി ഈക്വൽസ് എൻ ആർ ടി ആകണമെന്ന് നിർബന്ധമില്ല എന്ന്. ദേ മേ ഡീവിയേറ്റ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ. പി വി ബൈ എൻ ആർ ടി നമുക്ക് കിട്ടിയത്, പി വി ബൈ എൻ ആർ ടി നമുക്ക് കിട്ടിയത് ഒന്നല്ലാതെയും ഇരിക്കാം എന്നല്ല അതിനർത്ഥം. ഇത് ഗ്രേറ്റർ ദാൻ എൻ ആർ ടി ആവാം, ലെസ് ദാൻ എൻ ആർ ടി ആവാം, ഈക്വൽ ടു എൻ ആർ ടി ആവാം, എന്തിനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പി വി ബൈ എൻ ആർ ടി ഒരു പുതിയ വാല്യൂയിൽ കൊണ്ടുവരികയാണ്. അതിൻ്റെ പേരാണ് Z. where Z is called compressibility factor. So what is compressibility factor? PV by nRT. കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാകും. ഇഫ് നോക്കിക്കോ, Z ഈക്വൽസ് 1 ആണെങ്കിൽ നമുക്ക് പറയാം ഏതാണ്? ഗ്യാസ് ഐഡിയൽ ആണ്. Z നോട്ട് ഈക്വൽസ് 1 ആണെങ്കിൽ ഗ്യാസ് റിയൽ ആണ് അഥവാ നോൺ ഐഡിയൽ ആണ്. അപ്പോൾ ഐഡിയൽ ആണെങ്കിൽ Z ഈക്വൽസ് 1 ആവണം. നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ അർത്ഥം അത് ഐഡിയൽ ബിഹേവിയറിന് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഗ്രാഫിലേക്ക് ഞാൻ വിശദീകരിക്കാൻ പോവാണ്. ഇതാണിപ്പോൾ അതിൻ്റെ ഗ്രാഫ്. ഞാൻ ഇവിടെ Z എടുത്തു, Z ഇവിടെ എടുത്തു, ഇവിടെ പ്രഷർ എടുത്തു. തീർച്ചയായിട്ടും Z-ൻ്റെ വാല്യൂ 1 കിട്ടാൻ പാടുള്ളൂ ഗ്യാസ് ഐഡിയൽ ആണെങ്കിൽ. അപ്പോൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ഇങ്ങനെയാണ്, ഐഡിയൽ ആണെങ്കിൽ കിട്ടേണ്ടത്. എന്നാൽ നോക്കൂ മക്കളെ, നമുക്കൊരു ഗ്രാഫ് കിട്ടിയതാ ഇങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിയിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിയ രീതി കണ്ടല്ലോ. ഇനി നോക്ക്, മീഥേൻ കിട്ടിയത് മറ്റൊരു രീതിയിൽ. ഇവിടെയാണ് മീഥേൻ വന്നിട്ടുള്ളത്, കാണുന്നുണ്ടോ? ഇനി നോക്ക്, ഇതാ പോണ് ഓക്സിജൻ്റെ ഗ്രാഫ്. കണ്ടോ കണ്ടോ കണ്ടോ? ഇനി നോക്ക്, ഇങ്ങനെ പോയിട്ടാണ് മേപ്പെട്ട് പോവാണ് നൈട്രജൻ ചെയ്യണത്. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ. എന്നാൽ ഹൈഡ്രജനോ താഴത്തേക്ക് വന്നിട്ടേ അല്ലേ, പുള്ളി മേലെ മാത്രം നിൽക്കുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ 4-5 ഗ്യാസ് വരച്ചിട്ടുണ്ട്, ഒരൊറ്റ ഗ്യാസ് പോലും നമ്മൾ പ്രതീക്ഷിച്ച വരി കൂടെ പോയിട്ടില്ല. ദാറ്റ് മീൻസ് ഗ്യാസസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. ഗ്യാസസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയൽ ബിഹേവിയർ അല്ലേ? ഇപ്പോൾ നമ്മൾ ഇത്ര മാത്രം പറഞ്ഞിട്ടുള്ളൂ, ഗ്യാസുകൾ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഡീവിയേറ്റ് ചെയ്യുന്ന 2 മെത്തേഡ് കണ്ടു. ഒന്ന് ബോയിൽസ് ലോൻ്റെ ഗ്രാഫ് വരച്ചപ്പോൾ കിട്ടേണ്ടതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഐസോതേം ഗ്രാഫ് വരച്ചപ്പോഴും കംപ്രസിബിലിറ്റി ഫാക്ടർ വെച്ച് വരച്ചപ്പോഴും ഡീവിയേറ്റ് ചെയ്താണ് കാണപ്പെടുന്നത്. ഇനി ഞാൻ കംപ്രസിബിലിറ്റി ഫാക്ടറിലേക്ക് കുറച്ചൊന്ന് ഇറങ്ങി പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, നോക്കിക്കോ, ആക്ച്വലി Z-നെ നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്യാം, വി റിയൽ ബൈ വി ഐഡിയൽ. Z ഈക്വൽസ് വി റിയൽ ബൈ വി ഐഡിയൽ എന്ന് പറയാം. നമ്മൾ X എന്നൊരു ഗ്യാസ് എടുത്തു. ആ ഗ്യാസിന് എക്സ്പെരിമെൻ്റലി കിട്ടിയതാണ് വി റിയൽ എന്ന് പറയുന്നത്. എന്നാൽ അത് ഐഡിയൽ ആയിട്ട് ബിഹേവ് ചെയ്തിരുന്നുവെങ്കിൽ, അതോ തിയററ്റിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടിയത്, അതാണ് ഐഡിയൽ. ഇതിൻ്റെ റേഷ്യോയെ പറയുന്ന പേരാണ് Z. ആ റേഷ്യോ 1 ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? അത് ഐഡിയൽ ആണെന്ന്. മീൻസ് മേലത്തെയും താഴത്തെയും 1 ആയി എന്നല്ലേ അർത്ഥം. മനസ്സിലായോ? ഒന്നുകൂടെ. സോ വാട്ട് ഈസ് Z? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് വോളിയം ഓഫ് റിയൽ ഗ്യാസ് ടു ദാറ്റ് ഓഫ് ഇറ്റ് ഇഫ് ഇറ്റ് വർ ഐഡിയൽ അണ്ടർ ദ സെയിം കണ്ടീഷൻ. ആ കണ്ടീഷനിൽ ആ ഗ്യാസ് ഐഡിയൽ ആയിരുന്നുവെങ്കിൽ എന്ത് വോളിയം കിട്ടുമായിരുന്നു, അതും ശരിക്ക് കിട്ടിയ വോളിയം എന്താണോ അതിൻ്റെ റേഷ്യോൻ്റെ പേരാണ് എന്ത്? Z അല്ലെങ്കിൽ കംപ്രസിബിലിറ്റി ഫാക്ടർ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കണേ. Z നോക്ക്, വി റിയൽ ഈക്വൽസ് വി ഐഡിയൽ എന്ന് പറയുന്നതല്ലേ Z ഈക്വൽസ് 1 എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ ആണ്. ഗ്യാസ് ഈസ് ഐഡിയൽ എന്ന് എഴുതാം. ഗ്യാസ് ഈസ് ഐഡിയൽ. ഇനി ഞാൻ വേറെ 1-2 പോയിന്റ് പറയുന്നത് നോക്കുള്ളൂ. വി റിയൽ എന്ന് പറയുന്നത് വി ഐഡിയലിനേക്കാളും കൂടുതലാണെന്നിരിക്കട്ടെ. അപ്പോൾ ആരാ മേലെ? റിയലാണ്. കൂടിക്കഴിഞ്ഞാൽ Z ഗ്രേറ്റർ ദാൻ 1 വരുമോ ലെസ് ദാൻ 1 വരുമോ? Z ഗ്രേറ്റർ ദാൻ 1 വരും. Z ഗ്രേറ്റർ ദാൻ 1 വരും എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ഡീവിയേഷൻ ഉണ്ടല്ലോ ഇവിടുത്തെ, ഇത് മുകളിലേക്കാണ് കിട്ടുക എന്ന്, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന അർത്ഥം.
സെഡ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ. അങ്ങനെ പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? ഗ്യാസിനെ നോക്കൂ, പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ സെഡ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ പി വി കൂടുതലാണെന്നാണ്, ദാറ്റ് ഈസ് വോളിയം കൂടി എന്നാണ് ചുരുക്കി പറഞ്ഞ അർത്ഥം വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? ഗ്യാസിനെ കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ കംപ്രസിബിലിറ്റി ഫാക്ടറാണ് നമ്മൾ പഠിക്കുന്നത്. സെഡ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗ്യാസ് ഈസ് നോൺ ഐഡിയൽ ആൻഡ് ഈസ് ഡിഫിക്കൽട്ട് ടു കംപ്രസ്. കാരണം എക്സ്പെക്റ്റ് ചെയ്ത വോളിയത്തിനേക്കാൾ മേലെ നിൽക്കുകയാണ്, അത് റിപ്പൽ ചെയ്തിട്ട്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീവിയേഷൻ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ഗ്യാസ് പോസിറ്റീവ് ഡീവിയേഷനും കാണിക്കാം, നെഗറ്റീവ് ഡീവിയേഷനും കാണിക്കാം, ഡീവിയേറ്റ് ചെയ്യാതെയും ഇരിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയണത് സെഡ് 1 ആണെങ്കിൽ ഡീവിയേഷൻ ഇല്ല, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡീവിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും പോസിറ്റീവ് ആയിരിക്കും വോളിയം. അപ്പോൾ നമ്മൾ ഗ്യാസിന് 22.4 ആണല്ലോ നമ്മൾ സാധാരണ കാൽക്കുലേഷൻ, ഇത് അതിനേക്കാളും കൂടുതലുണ്ടാവും. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പൽഷൻ ഉണ്ടായതുകൊണ്ടാണ്. നമ്മൾ അത് പറയാൻ വരട്ടെ. അതിന് കാരണം വി റിയൽ കൂടിയതുകൊണ്ടാണെന്ന്. അപ്പോൾ കംപ്രസിബിലിറ്റി വെച്ച് പറയുകയാണെങ്കിൽ ഗ്യാസ് ഈസ് നോൺ ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു കംപ്രസ്, ഡിഫിക്കൽട്ട് ടു കംപ്രസ്, കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഡിഫിക്കൽട്ട് ടു കംപ്രസ്. ഇനി നമുക്ക് അടുത്തൊരു ടേം കൂടെ പറയാനുണ്ട്, ദാറ്റ് ഈസ് വി റിയൽ വി ഐഡിയലിനേക്കാളും ചെറുത്. അപ്പോൾ അതിനർത്ഥം എന്താ? സെഡിൻ്റെ വാല്യൂ 1 കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറവ്. സി, നമ്മൾ പാത്രത്തിൽ വോളിയം ഐഡിയൽ ആണെങ്കിൽ ഇത്ര പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയത് ഇത്ര എന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കുറവാണ് വോളിയം ഉള്ളത്. അപ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും എന്ന് പറഞ്ഞാൽ താഴത്തു കൂടെ പോകുന്ന അർത്ഥം, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും. അപ്പോഴും ഗ്യാസ് എന്താണ്? ഗ്യാസ് ഈസ് നോൺ ഐഡിയൽ, അതിനെ കംപ്രസ് ചെയ്യാൻ എളുപ്പമായിരിക്കും, ഈസി ടു കംപ്രസ്. കാരണം അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായതുകൊണ്ട് അത് അടുത്തേക്ക് വന്നിട്ടുള്ളത്, അതുകൊണ്ട് കംപ്രസ് ചെയ്യാൻ എളുപ്പമാണ്, ഈസി ടു കംപ്രസ്. ഇപ്പോൾ നമ്മൾ കംപ്രസിബിലിറ്റി ഫാക്ടറിൻ്റെ ടേമിൽ കുറച്ച് കാര്യം മനസ്സിലാക്കി. സി, നമ്മളിപ്പോൾ എന്താണ് പറഞ്ഞത്, ഞാൻ ഒന്നും കൂടി കംപ്രസിബിലിറ്റി ഫാക്ടറിൻ്റെ കാര്യത്തിലുള്ളത് പറയട്ടെ. കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PV/nRT ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് വോളിയം ഓഫ് എ റിയൽ ഗ്യാസ് ടു ദാറ്റ് ഓഫ് ഇറ്റ് if it were ideal under the same condition. ഒരു ഗ്യാസ് അതിൻ്റെ ഒറിജിനൽ വോളിയവും അത് ഐഡിയൽ ആയിരുന്നുവെങ്കിൽ അതിന് പ്രതീക്ഷിക്കാവുന്ന വോളിയം തമ്മിലെടുത്ത റേഷ്യോൻ്റെ പേരാണ് സെഡ് 1 ആണെങ്കിൽ നമുക്ക് പറയാം ഗ്യാസ് ഐഡിയൽ ആണെന്ന്, അതിൻ്റെ കംപ്രസിബിലിറ്റി ഒറിജിനൽ ഗ്യാസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഉണ്ടാകും. എന്നാൽ ഗ്രേറ്റർ ദാൻ 1 വരാം, ലെസ് ദാൻ 1 വരാം. അപ്പോൾ അതിനനുസരിച്ച് കംപ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. റിയൽ ഗ്യാസാണ്, നമ്മൾ ഒറിജിനൽ ഗ്യാസിൻ്റെ വോളിയം പ്രതീക്ഷയിനേക്കാളും കൂടുതലാണെങ്കിൽ അതിന് കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കംപ്രസ് ചെയ്തിട്ടാവില്ല. അതേ സ്ഥാനത്ത് റിയലിൻ്റെ വോളിയം ഐഡിയലിനേക്കാളും കുറവാണെങ്കിൽ അതിനെ വേഗം കംപ്രസ് ചെയ്തിട്ട് വേണമെങ്കിൽ ലിക്വിഡ് ആക്കാനൊക്കെ എളുപ്പമാണെന്ന് അർത്ഥം. ഓക്കെ, സോ വി ഹാവ് ജസ്റ്റ് സ്റ്റഡീഡ് ദാറ്റ് ഗ്യാസസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. ഓക്കെ, ഞാൻ ഒന്നും കൂടി ബാക്കിലേക്ക് വന്ന് പറയുകയാണേ മക്കളെ. സി, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ്. ശരിക്കും PV=nRT ഒബേ ചെയ്യുന്ന ആൾക്കാരുടെ പേരാണ് ഐഡിയൽ ഗ്യാസ്. എന്നാൽ എല്ലാ ഗ്യാസിനും എപ്പോഴും ഐഡിയൽ ബിഹേവിയർ ചെയ്യാൻ പറ്റുന്നില്ല. ദേ ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയൽ ബിഹേവിയർ, ഒറിജിനൽ ഇതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായി? PV ഗ്രാഫ് വരച്ചപ്പോൾ കിട്ടേണ്ടതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്, PV അഗേൻസ്റ്റ് P വരച്ചപ്പോൾ കിട്ടേണ്ടതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്, കംപ്രസിബിലിറ്റി ഫാക്ടർ വരച്ചപ്പോൾ കിട്ടേണ്ടതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രം ഓൾ ദീസ് വി കൺക്ലൂഡഡ് ദാറ്റ് ഗ്യാസസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു സാധനം പഠിച്ചു, കംപ്രസിബിലിറ്റി ഫാക്ടർ. കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തേ അർത്ഥം വരുന്നുള്ളൂ? എന്താ കംപ്രസിബിലിറ്റി ഫാക്ടർ? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് റിയൽ വോളിയം ടു ദാറ്റ് ഓഫ് ഐഡിയൽ ഇഫ് ഇറ്റ് വർ ഐഡിയൽ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി PV/nRT ഈക്വൽസ് Z എന്ന് പറയാം. സെഡിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഐഡിയൽ, Z ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ, Z ലെസ് ദാൻ 1 ആണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ. ഇവിടെ വേണമെങ്കിൽ ഡിഫിക്കൽട്ട് ടു കംപ്രസ്, ഇവിടെ പോസിറ്റീവ് ഡീവിയേഷൻ കൊടുക്കാം, ഇവിടെ നെഗറ്റീവ് ഡീവിയേഷൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം. ദാറ്റ് ഈസ് ഓക്കെ. ഇനി നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നോക്ക്, ഇവിടെ പ്രഷർ ഇങ്ങനെ കുറയുന്ന സമയത്ത് ഐഡിയൽ ബിഹേവിയർ ആണ് റിയൽ ഗ്യാസ് കാണിക്കുന്നത്. ഓക്കെ, പ്രഷർ ഇങ്ങനെ കുറഞ്ഞ് പ്രഷർ ലോ എത്തുമ്പോൾ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഏകദേശ ധാരണ കിട്ടി, ലോ പ്രഷറിൽ ഗ്യാസിന് ഐഡിയൽ ബിഹേവിയർ കാണിക്കാൻ പറ്റുന്നുണ്ട്. നോക്ക്,
ലോ എത്തുമ്പോൾ ലോവർ പ്രഷറിൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നുണ്ടെന്ന് അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന കണ്ടീഷനിലേക്കൊക്കെ എത്താൻ പറ്റുന്നുണ്ട്. നമ്മൾ കാര്യം ചെയ്യാം. അതിന് മുമ്പ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത് ഐഡിയൽ ബിഹേവിയർ കാണിക്കാൻ പറ്റുന്ന കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. എപ്പോഴും ഐഡിയൽ അല്ലെങ്കിലും ഐഡിയൽ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കോ രസമായിട്ട് ഇങ്ങനെ നിന്നോളൂ അല്ലേ. നമ്മളൊരു പോയിന്റ് പുതിയതായിട്ട് പഠിക്കാൻ പോവാണ്. ദാറ്റ് ഈസ് ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിൻ്റ്. നിങ്ങൾ ഇത് തിളക്കണതല്ല, സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. നമുക്ക് ബോയിലിംഗ് പോയിൻറ്റും ബോയിലിംഗ് ടെമ്പറേച്ചറും ഒക്കെ വേറെ പഠിക്കാനുണ്ട്. എന്താണ് ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിൻറ്റ്? ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഗ്യാസ് ബിഹേവ് ആസ് ഐഡിയൽ ഓവർ ആൻ അപ്രീഷ്യബിൾ റേഞ്ച് ഓഫ് പ്രഷർ. Over an appreciable range of pressure. എന്ന് പറഞ്ഞ അർത്ഥം സി നമ്മൾ പറഞ്ഞു ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കാം. അപ്പോൾ ഇവിടെ ലോ പ്രഷറിൽ ഐഡിയൽ ബിഹേവിയർ കാണിച്ചു. ഇതേപോലെ ടെമ്പറേച്ചർ നമ്മൾ ഇതൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഇത് ഐസോതേം അല്ലെങ്കിൽ അതൊക്കെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വരക്കണതല്ലേ. എന്നാൽ ഇത് ഞാൻ വേറൊരു ടെമ്പറേച്ചറിലാണ് വരച്ചതെങ്കിൽ ഒന്നുകിൽ ഡീവിയേഷൻ കുറച്ചും കൂടി കൂടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാകാം. ചില ആളുകൾ ഐഡിയലിനോട് വളരെ ചാരി വന്നിട്ടുണ്ടാകാം, ചില ആളുകൾ നല്ലോണം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം. ഇങ്ങനെ ഓരോ ഗ്യാസിനും ടെമ്പറേച്ചർ വാരി ചെയ്യിച്ച് നമുക്ക് ഐഡിയൽ ബിഹേവിയറിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഗ്യാസിന് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ഐഡിയൽ ബിഹേവിയർ കാണിക്കാൻ പറ്റും. ആ ടെമ്പറേച്ചറിൻ്റെ പേരാണ് ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിൻറ്റ്. സോ വാട്ട് ഈസ് ബോയിൽ ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് the gas can behave as ideal over an appreciable range of pressure. കുറച്ച് പ്രഷർ ഒന്ന് മാറിക്കഴിഞ്ഞാലും അത് ഐഡിയൽ ബിഹേവിയറിൽ നിൽക്കുന്ന പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൻ്റെ പേരാണെന്ത്? അത് ബോയിൽ ടെമ്പറേച്ചർ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുകയാണെങ്കിൽ ഞാനൊരു ഗ്രാഫ് വരയ്ക്കാൻ പോവാണേ. ഇപ്പോൾ നമ്മളിപ്പോൾ പി വി അഗെയിൻസ്റ്റ് പി ആണ് വരക്കുന്നതെന്ന് ഇരിക്കട്ടെ. ഒരു സുഖമില്ല അല്ലേ, മറ്റേ തന്നെ എടുക്കുക. പി വി അഗെയിൻസ്റ്റ് പി ആണ് എടുക്കുന്നത്. പി വി അഗെയിൻസ്റ്റ് പി നമുക്ക് കിട്ടേണ്ടത് ഇങ്ങനെയാണ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമുക്ക് കിട്ടിയത് ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കും. എന്നാൽ അതേ ഗ്യാസ് തന്നെ കിട്ടേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. മറ്റൊരു ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ മറ്റൊരു ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? അതൊന്നും കൂടി ക്ലോസ് ടു ഐഡിയൽ ബിഹേവിയർ കാണിക്കും. അപ്പോൾ ഇത് രണ്ടും ഒരേ ഗ്യാസാണ്. ഇത് T1 എന്ന ടെമ്പറേച്ചറിൽ ഒബ്സർവ് ചെയ്തത്, ഇത് T2 എന്ന ടെമ്പറേച്ചറിൽ ഒബ്സർവ് ചെയ്തത്. ഇനി നോക്കട്ടാ, ഞാൻ മറ്റൊരു പരീക്ഷണം നടത്തി. അപ്പോൾ കിട്ടേണ്ടിയിരുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ. കിട്ടിയതോ അങ്ങനെ തന്നെ. ഇത് T3 എന്ന ടെമ്പറേച്ചറാണ്. സോ എന്താ കൺക്ലൂഷൻ? ഈ ടെമ്പറേച്ചറിനെ നമുക്ക് ബോയിൽ ടെമ്പറേച്ചർ എന്ന് വിളിക്കാം. കാരണം ഈ ടെമ്പറേച്ചറിൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിച്ചു. ഇങ്ങനെ ഓരോ ഗ്യാസിനും നോക്കൂ. ഇപ്പോൾ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഗ്യാസിനല്ല എങ്ങനെ കിട്ടിയത്, ഞാൻ വേറൊരു ഗ്യാസ് ഇവിടെ പരീക്ഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ ആയിരിക്കും പോവുക, ആകെ ഡീവിയേറ്റ് ചെയ്തിട്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്യാസിനും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഐഡിയലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. ആ ടെമ്പറേച്ചറിൽ മറ്റൊരാൾക്ക് ബിഹേവ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. ദാറ്റ് ഡിപ്പെൻസ്. ദിസ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് കോൾഡ് ബോയിൽ ടെമ്പറേച്ചർ. ക്ലിയർ ആണല്ലോ? ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചാപ്റ്ററിൽ നിന്ന് ബോർഡ് എക്സാമിനും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ദാറ്റ് ഈസ് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്നത്? വൈ ഡു റിയൽ ഗ്യാസസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയൽ ബിഹേവിയർ? അതാണ് നമ്മൾ പഠിക്കാനുള്ളത്. വൈ ഡു റിയൽ ഗ്യാസസ് ഡീവിയേറ്റ്സ്? ദാറ്റ് ഈസ് കോസ് ഓഫ് ഡീവിയേഷൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല മനസ്സിലാക്കിക്കോ. കോസ് ഓഫ് ഡീവിയേഷൻ. ഗ്യാസ് ഡീവിയേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ ഐസോതേം ഗ്രാഫിലൂടെയും കംപ്രസിബിലിറ്റി ഫാക്ടറിലൂടെ ഒക്കെ മനസ്സിലാക്കി. വൈ ദിസ് കൊലവറി അല്ലേ? എന്തുകൊണ്ടാണ് ഗ്യാസ് ഡീവിയേറ്റ് ചെയ്യുന്നത്? ഇറ്റ് വാസ് സ്റ്റഡീഡ് ദാറ്റ് ഇറ്റ് ഈസ് ഡ്യൂ ടു faulty assumptions in kinetic theory അല്ലെങ്കിൽ ഡ്യൂ ടു
two faulty postulates in kinetic theory. Two faulty അല്ലെങ്കിൽ mistaken faulty postulates in kinetic theory. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? കൈനറ്റിക് തിയറിയിലെ 2 പോസ്റ്റുലേറ്റ് തെറ്റായത് കൊണ്ടാണ് അത് സംഭവിച്ചത്. ഏതൊക്കെയാണ് 2 പോസ്റ്റുലേറ്റ്? ഞാൻ വിശദീകരിക്കാം. വെയിറ്റ്. ഒന്ന്, ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞില്ലേ? ദർ ഈസ് നോ വോളിയം ഓഫ് അല്ലെങ്കിൽ ദ വോളിയം ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ് എന്ന് പറഞ്ഞില്ലേ? ഈ 2 പോസ്റ്റുലേറ്റും നമ്മൾ പറഞ്ഞത് ശരിയായില്ല. അത് എപ്പോഴും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. സംടൈംസ് അങ്ങനെ പറയാം. ആ പറയാൻ പറ്റുന്ന സമയത്ത് മാത്രമേ ഐഡിയലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ നേരത്തെ പറഞ്ഞത് ജനറലായിട്ട് ഗ്യാസിന് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവില്ല, ഗ്യാസിന് വോളിയം ഉണ്ടാവില്ല എന്നുള്ള കണക്കിലൊക്കെ ആയിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ എപ്പോഴും ഈ പറയപ്പെടുന്ന പോയിന്റുകൾ ഗ്യാസുകൾക്ക് ഒബേ ചെയ്യാൻ പറ്റില്ല. ഗ്യാസ് പാർട്ടിക്കിൾസ് അടുത്തേക്ക് വരുമ്പോൾ അത് അട്രാക്റ്റീവ് ഫോഴ്സ് വരും. അതുകൊണ്ടാണല്ലോ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഗ്യാസ് പാർട്ടിക്കിൾസ് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യില്ലായിരുന്നെങ്കിൽ എങ്ങനെ നമുക്ക് ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ലിക്വിഡ് ആക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അവർ തിയററ്റിക്കൽ എക്സ്പ്ലെയിൻ ചെയ്തെടുത്ത് ഈ പറയപ്പെട്ട സാധനം മിസ്റ്റേക്ക് ആയിപ്പോയി അല്ലെങ്കിൽ തെറ്റായിപ്പോയി. ഈ 2 തെറ്റുണ്ടായത് കൊണ്ടാണ് ഗ്യാസ് വിചാരിച്ച സ്വഭാവത്തിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തത്. ഇനി ഈ 2 സ്വഭാവം എപ്പോഴാണോ ശരിയാവുക അപ്പോഴൊക്കെ ഗ്യാസിന് ഐഡിയൽ ബിഹേവിയർ കാണിക്കാനും പറ്റും. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയട്ടെ. വാട്ട് ഈസ് ദ കോസ് ഓഫ് ഡീവിയേഷൻ ഓഫ് ഐഡിയൽ ഗ്യാസസ് ഫ്രം റിയൽ ബിഹേവിയർ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് 2 faulty postulates in kinetic theory. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് 2 faulty postulates in kinetic theory. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് 2 faulty postulates in kinetic theory. എന്താ അർത്ഥം? ഇതിന് കാരണം കൈനറ്റിക് തിയറിയിൽ 2 പോയിന്റ് തെറ്റായിട്ടുണ്ടായത് കൊണ്ടാണ്. ഏതൊക്കെയാണ് ആ 2 പോയിന്റ്? ഒന്ന്, ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. തെറ്റാണ്. 2, ദർ ഈസ് നോ വോളിയം ഓഫ് ഗ്യാസസ് അല്ലെങ്കിൽ ദ വോളിയം ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ നെഗ്ലിജിബിൾ വെൻ കമ്പയർ ടു ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞിരുന്നു. അതും തെറ്റാണ്. ഇത് 2ഉം പെർഫെക്റ്റ്ലി തെറ്റാണെന്നല്ല, നമുക്ക് എപ്പോഴും ആ കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എപ്പോഴൊക്കെയാണ് അത് ശരിയാവുക അപ്പോഴൊക്കെ ഗ്യാസ് ഐഡിയലായിട്ട് ബിഹേവ് ചെയ്യും. സോ ഈ 2 പോസ്റ്റുലേറ്റ് തെറ്റായത് കൊണ്ടാണ് ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം സാറേ ഗ്യാസിന് ഐഡിയൽ ബിഹേവിയർ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണല്ലോ അല്ലേ? അപ്പോൾ എപ്പോഴാണ് നമുക്കൊരു ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിലാണെന്ന് പറയാൻ പറ്റുക? നോക്കിക്കോ, എപ്പോഴാണ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുക എന്നാണ്. ദാറ്റ് ഈസ് കണ്ടീഷൻ ടു ബിഹേവ് അല്ലെങ്കിൽ ടു ഷോ ഐഡിയൽ ക്യാരക്ടർ. കണ്ടീഷൻ ടു ഷോ ഐഡിയൽ ബിഹേവിയർ അല്ലെങ്കിൽ ഐഡിയൽ ക്യാരക്ടർ. ഐഡിയൽ ബിഹേവിയർ എപ്പോഴാണ് ഐഡിയൽ ബിഹേവിയർ കാണിക്കാൻ പറ്റുക എന്നുള്ളതാണ്. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന കണ്ടീഷൻ 1, അറ്റ് ലോ പ്രഷർ. അറ്റ് ലോ പ്രഷർ. കണ്ട, പ്രഷർ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. കണ്ട, പ്രഷർ ഇങ്ങനെ കുറഞ്ഞിങ്ങനെ വരുന്നു. അപ്പോൾ ഐഡിയൽ ബിഹേവിയർ കാണിക്കും. 2, അറ്റ് ഹൈ ടെമ്പറേച്ചർ. അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഇനി നോക്കിക്കോ, അറ്റ് ഹൈ ടെമ്പറേച്ചർ നോക്കിക്കോ. ഇവിടെ നമ്മൾ T1 എന്ന ടെമ്പറേച്ചർ T2 ആയപ്പോൾ ഐഡിയൽ ബിഹേവിയറിലേക്ക് എത്തി. T3 ആയപ്പോൾ ഐഡിയലായി. ഈ T3 എന്നുള്ളത് ഹൈ ടെമ്പറേച്ചറാണ്. സോ ഹൈ ടെമ്പറേച്ചറും ലോ പ്രഷറും ആകുമ്പോൾ ഗ്യാസിന് ഐഡിയൽ ബിഹേവിയർ കാണിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴാണ് ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ ആവുക? അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. എപ്പോഴാണ്? അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. പറയെല്ലാവരും അറ്റ് ലോ പ്രഷർ ആൻഡ് high temperature. So a gas can behave as ideal at low pressure and high temperature. അത് എന്തുകൊണ്ടാണ് സാറേ ആ ടെമ്പറേച്ചറിലും അറ്റ് ലോ പ്രഷറിലും അങ്ങനെ സംഭവിക്കുന്നത്? ബിക്കോസ് ഒന്നും കൂടി ശ്രദ്ധിച്ചാട്ടെ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നെഗ്ലിജിബിൾ ആണ് എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ ഗ്യാസ് ഐഡിയൽ ആണെന്നല്ലേ അർത്ഥം? മനസ്സിലായില്ല? ഇത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നെഗ്ലിജിബിൾ ആണെന്നുള്ളത് കൈനറ്റിക് തിയറിയാണ്. കൈനറ്റിക് തിയറി PV = nRTൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൈനറ്റിക് തിയറി ശരിയായി കഴിഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറാണ് കാണിക്കുക. കൈനറ്റിക് തിയറിയിൽ 2 തെറ്റുണ്ട്. ഏത്? ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. പക്ഷേ ഫോഴ്സ് ഇല്ല എന്ന് പറയുന്നത് ശരിയാകുന്ന സമയമുണ്ട്. എങ്ങനെ ഫോഴ്സ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് ശരിയാകുന്ന സമയമുണ്ട്. അപ്പോൾ ഗ്യാസ് ഐഡിയലാകും. എങ്ങനെ ഒന്നുകൂടെ, ഈ 2 പോസ്റ്റുലേറ്റ് നമ്മൾ പറഞ്ഞു. ഫോഴ്സ് ഇല്ല വോളിയം ഇല്ല. നമ്മൾ ഫോഴ്സ് ഇല്ല വോളിയം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 2ഉം ഉണ്ട് എന്നാണ് ശരിക്കും നമുക്ക് മനസ്സിലായത്. എന്നാൽ ഫോഴ്സ് ഇല്ല വോളിയം ഇല്ല എന്ന് പറയുന്ന
പോസ്റ്റുലേറ്റ് ശരിയാകുന്ന സമയം വന്നാൽ ഗ്യാസ് ഐഡിയലായിട്ട് ബിഹേവ് ചെയ്യും. അത് എപ്പോഴാണ് ഫോഴ്സ് ഇല്ല എന്ന് പറയാൻ പറ്റുക? ഹൈ ടെമ്പറേച്ചർ കൊടുത്തു. നോക്കട്ടാ, നമ്മളൊരു പാത്രത്തിൽ ഇവിടെ ഇതാ ഇതിലിപ്പോൾ ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസ് പാർട്ടിക്കിൾസാണ് ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത്. ഇതാ ഗ്യാസ് പാർട്ടിക്കിൾസാണ്. ഈ ഗ്യാസ് പാർട്ടിക്കിൾസിനെ നമ്മൾ ടെമ്പറേച്ചർ ആണ്ട് കൊടുത്താൽ ഇവർ ഭയങ്കര ഓട്ടത്തിലാവും അല്ലേ? അതുകൊണ്ട് തന്നെ അവർ പരസ്പരം അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഹൈ ടെമ്പറേച്ചറിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇല്ല എന്ന് പറയാൻ പറ്റും. ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് പാർട്ടിക്കിൾസ് എന്ന് പറയാൻ പറ്റും ഇപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ. ഇനി മറ്റൊരു കാര്യം, ടെമ്പറേച്ചർ വിട്, പ്രഷർ വളരെ കുറവാണെന്നിരിക്കട്ടെ. പ്രഷർ കുറവാണ് എന്ന് പറയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഈ വോളിയം നല്ലോണം കൂട്ടേണ്ടി വരും. ഇപ്പോൾ പ്രഷർ കുറവാണെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ ഇവിടെ ഉള്ളൊരു പാർട്ടിക്കിൾ ഇവിടെ വന്ന് മുട്ടി ഇങ്ങനെ മെല്ലെ പോയിട്ട് ഇവിടെ മറ്റൊരാൾ മുട്ടി, അവിടെ നിന്ന് മെല്ലെ വന്ന് ഇവിടെ വന്ന് മുട്ടി. നോക്ക്, അപ്പോൾ രണ്ട് കൊളീഷൻ്റെ ഇടയിൽ ഒരുപാട് സമയമെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ വോളിയത്തെ അപേക്ഷിച്ച് ആ പാർട്ടിക്കിളിൻ്റെ വോളിയം വളരെ ചെറുതായിരിക്കും. ഇവർ തമ്മിൽ ദൂരെ നിൽക്കുന്നത് കൊണ്ട് അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും. അപ്പം ലോ പ്രഷർ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വന്നാലും ഹൈ ടെമ്പറേച്ചർ എന്ന കണ്ടീഷനിലേക്ക് വന്നാലും കൈനറ്റിക് തിയറിയിൽ രണ്ട് തെറ്റായിട്ടുള്ള പോസ്റ്റുലേറ്റും ശരിയായി വരുന്നുണ്ട്. എങ്ങനെ? ഈ കണ്ടീഷനിൽ ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറും വരുമ്പോൾ കൈനറ്റിക് തിയറിയിൽ രണ്ട് തെറ്റായ പോസ്റ്റുലേറ്റും ശരിയായി വരുന്നുണ്ട്. അതുകൊണ്ട് ഗ്യാസ് ഈ കണ്ടീഷൻ എത്തുമ്പോൾ ഐഡിയൽ ബിഹേവിയർ കാണിക്കും. എന്നാൽ ഈ കണ്ടീഷൻ അല്ലാത്തപ്പോൾ ഈ രണ്ട് പോസ്റ്റുലേറ്റും തെറ്റാണ്. അതുകൊണ്ടാണ് ഗ്യാസുകൾ ഡീവിയേറ്റ് ചെയ്യുന്നത്. ഡീവിയേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഹൈ ടെമ്പറേച്ചറും ലോ പ്രഷറും കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ ഇതിലേക്ക് അടുത്തടുത്ത് വരും. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് gases can behave as ideal at high temperature and low pressure. So why do real gases deviate from ideal behavior? It is due to two faulty postulates in kinetic theory. ഒന്ന് force negligible, മറ്റൊന്ന് volume negligible എന്ന രണ്ട് പോസ്റ്റുലേറ്റ് തെറ്റായതുകൊണ്ടാണ്. ഇനി ഞാനിത് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് PV = nRT എന്ന ഇക്വേഷൻ അംഗീകരിക്കുന്ന ആൾക്കാരെയാണ് ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുക. പക്ഷേ എക്സ്പെരിമെൻ്റലി ഗ്യാസുകൾ ഐഡിയൽ ബിഹേവിയറിൽ നിന്നും ഒരുപാട് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഗ്യാസസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. നമ്മളത് പഠിക്കാൻ ഐസോതെർം ഗ്രാഫ് വെച്ച് നോക്കി, കംപ്രസിബിലിറ്റി ഫാക്ടർ വെച്ച് നോക്കി, എക്സ്പെക്റ്റ് ചെയ്തതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിട്ടാണ് എക്സ്പെരിമെൻ്റലി കിട്ടിയതെന്ന് മനസ്സിലായി. പുതിയൊരു സാധനം കംപ്രസിബിലിറ്റി ഫാക്ടർ കിട്ടി. കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ Z ആണ്. Z = PV/nRT or Z = V real/V ideal എന്ന് പറയാം. It is a ratio of volume of real gases to that of ideal if it were ideal under the same condition എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു ഡീവിയേഷൻ മനസ്സിലാക്കി. ഇനി എന്തുകൊണ്ട് ഡീവിയേഷൻ എന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കൈനറ്റിക് തിയറിയിൽ നമ്മൾ രണ്ട് പോസ്റ്റുലേറ്റ് തെറ്റായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രണ്ട് പോസ്റ്റുലേറ്റ് തെറ്റായതുകൊണ്ടാണ് ഗ്യാസ് ഡീവിയേറ്റ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ആ പോസ്റ്റുലേറ്റ് ശരിയാവുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ ഐഡിയൽ ആവുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഗ്യാസിന് ഐഡിയൽ ബിഹേവിയർ കാണാൻ പറ്റുക എന്നായിരുന്നു അടുത്ത ചോദ്യം. ഹൈ ടെമ്പറേച്ചറും ലോ പ്രഷറും കൊടുത്താൽ മതി. ഈ ഹൈ ടെമ്പറേച്ചറും ലോ പ്രഷറും കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൈനറ്റിക് തിയറിയുടെ പോസ്റ്റുലേറ്റ് റെഡിയാകും. അപ്പോൾ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കാൻ പറ്റും. ഇനി ഒരു ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ ആകുന്ന ടെമ്പറേച്ചറിൻ്റെ പേരെന്തായിരുന്നു? ബോയിൽ ടെമ്പറേച്ചർ. ഡിഫറെൻറ്റ് ഗ്യാസസ് ഹാവ് ഡിഫറെൻറ്റ് ബോയിൽ ടെമ്പറേച്ചർ. ക്ലിയർ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാൻ ഡെർ വാൾ ഇക്വേഷൻ എന്ന ടോപ്പിക്കാണ്. വാൻ ഡെർ വാൾ ഇക്വേഷൻ അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ റിയൽ ഗ്യാസ് ഇക്വേഷൻ എന്നൊക്കെ പറയാം. വാൻ ഡെർ വാൾ ഇക്വേഷൻ അല്ലെങ്കിൽ റിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇതെന്താണ് സംഭവം എന്നറിയോ? നമുക്കറിയാലോ, ഇക്വേഷൻ PV = nRT എന്ന് പറയുന്നതിൻ്റെ പേരെന്തായിരുന്നു? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഈ ഇക്വേഷന് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അഥവാ എല്ലാ ഗ്യാസും ഈ ഇക്വേഷൻ ഒബേ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ഇക്വേഷൻ ഒബേ ചെയ്യാത്തതിന് കാരണം കൈനറ്റിക് തിയറിയിൽ രണ്ട് പോസ്റ്റുലേറ്റ് തെറ്റായതുകൊണ്ടാണ്. അത് ഏതൊക്കെയായിരുന്നു? ഒന്ന് വോളിയം ഇല്ല എന്ന് പറഞ്ഞതും ഒന്ന് പ്രഷർ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞതുമായിരുന്നു. ഈ രണ്ട് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ഗ്യാസിനും അംഗീകരിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. അത് വാൻ ഡെർ വാൾ ചെയ്തു. അദ്ദേഹം ഈ ഇക്വേഷൻ മോഡിഫൈ ചെയ്തു.
എവിടേക്കാണോ മിസ്റ്റേക്ക് ആ ഇക്വേഷൻ മോഡിഫൈ ചെയ്തിട്ട് എല്ലാ ഗ്യാസുകൾക്കും അംഗീകരിക്കത്തക്ക രീതിയിലേക്ക് ഇക്വേഷനെ മാറ്റി. അങ്ങനെ കിട്ടിയ ഇക്വേഷൻ്റെ പേരാണ് വാൻ ഡെർ വാൾ ഇക്വേഷൻ. സോ എന്താണ് വാൻ ഡെർ വാൾ ഇക്വേഷൻ? ദ ഇക്വേഷൻ വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മോഡിഫിക്കേഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇൻ ഓർഡർ ടു ബി അപ്ലിക്കബിൾ ടു റിയൽ ഗ്യാസ് ആസ് വെൽ. റിയൽ ഗ്യാസിനും അംഗീകരിക്കത്തക്ക രീതിയിലേക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ മോഡിഫൈ ചെയ്ത ഇക്വേഷൻ്റെ പേരാണ് വാൻ ഡെർ വാൾ ഇക്വേഷൻ. നമ്മൾ കൈനറ്റിക് തിയറിയിൽ തെറ്റായിട്ടുള്ള പോസ്റ്റുലേറ്റ് കണ്ടത് എവിടേക്കായിരുന്നു മക്കളെ? ഒന്ന് നോക്കിക്കോ, ഒന്ന് ഇവിടെ പ്രഷറിൽ, വോളിയത്തിൽ നമ്മൾ വോളിയം നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആക്ച്വലി വോളിയം എന്തല്ല, നെഗ്ലിജിബിൾ അല്ല. നമ്മൾ വോളിയം നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ വോളിയം എപ്പോഴും നെഗ്ലിജിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ വോളിയം നെഗ്ലിജിബിൾ ആണെന്ന് നമ്മൾ കരുതിയത് കൊണ്ടാണ് ഇത് തെറ്റായി പോയത്. പക്ഷേ വോളിയത്തെ പരിഗണിക്കുന്ന രീതിയിലേക്ക് ഇക്വേഷന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സെറ്റായി. സോ അദ്ദേഹം വോളിയത്തിലുള്ള മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തു. വോളിയമാണ് ഒരു മിസ്റ്റേക്ക് ഉള്ളത്. മറ്റൊരു മിസ്റ്റേക്ക് ഉള്ളത് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അനുഭവപ്പെടുക പ്രഷറിലാണ്. എന്താ കാരണം നോക്കിക്കോ, ഞാൻ ഒരു ടേബിളിലൂടെ തന്നെ പറയട്ടെ. നമ്മുടെ അടുത്തിപ്പോൾ ഒരു ടേബിൾ മീൻസ് ഒരു ബോക്സിനകത്ത് കുറച്ച് ഗ്യാസ് ഉണ്ട്, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടെന്നിരിക്കും, എനി ഗ്യാസ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പെർട്ടിക്കുലർ മോളിക്യൂള്, ഇപ്പോൾ ഇത് ഞാൻ ഈ ഒരു മോളിക്യൂൾ എടുക്കുകയാണ്, ഞാൻ ഈ ഒരു മോളിക്യൂളിനെ സംബന്ധിച്ച് ഇവരാരും അതിനെ അട്രാക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് പോകും, അവിടെ തട്ടും, ഇങ്ങോട്ട് വരും, ഇവിടെ തട്ടും, അങ്ങോട്ട് പോകും, അവിടെ തട്ടും, അങ്ങോട്ട് പോകും, ഇങ്ങനെ സിഗ്സാഗ് മോഷനിലാണ് ഉള്ളത്, റൈറ്റ്? അപ്പോൾ ഇവിടെ അട്രാക്ഷൻ ഇല്ലാത്തപ്പോഴും ഉള്ളപ്പോഴും ഉള്ളൊരു കേസിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിക്കുന്നു നോക്കോ. ഈ പാർട്ടിക്കിളിന് ഇവിടുന്ന് ഇയാൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഫസ്റ്റ് ഇങ്ങോട്ട് പോയി, പിന്നെ അയിമ തട്ടി ഇങ്ങോട്ട് വന്നു, ഈ തട്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അയാൾ അങ്ങോട്ട് തന്നെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് ഇടിക്കുന്നതിൻ്റെ പവർ കുറയുമായിരുന്നില്ലേ? ദാറ്റ് ഈസ് അട്രാക്റ്റീവ് ഫോഴ്സ് നമ്മൾ പരിഗണിക്കുമ്പോൾ ശരിക്കും അനുഭവപ്പെടുന്ന പ്രഷറിൽ നല്ല വേരിയേഷൻ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ കറക്ഷൻ ശരിക്കും സംഭവിക്കേണ്ടത് എവിടെയാണ്? സംഭവിക്കേണ്ടത് പ്രഷറിലാണ്. ഈ പ്രഷർ ടേം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ പ്രശ്നം സോൾവ് ആയി. സോ നമുക്ക് രണ്ട് എററുകളാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ബേസിലുള്ളത്, അല്ലെങ്കിൽ കൈനറ്റിക് തിയറിയിലുള്ളത്. അത് ഏതൊക്കെയാണ്? അട്രാക്റ്റീവ് ഫോഴ്സ് നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞു. അട്രാക്റ്റീവ് ഫോഴ്സുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വരൽ പ്രഷറിലാണ്. പിന്നെ വോളിയം നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രശ്നം വരൽ ഇവിടെയാണ്. ഈ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല. അങ്ങനെ അദ്ദേഹം ഈ രണ്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ട് പുതിയ ഇക്വേഷൻ കൊണ്ടുവന്നു. ആ ഇക്വേഷൻ്റെ പേരാണ് വാൻ ഡെർ വാൾ ഇക്വേഷൻ. അപ്പോൾ ഞാൻ ഒന്നും കൂടി എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ ഏതത്തക്ക രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായി നോക്കണം. വാൻ ഡെർ വാൾ modified the ideal gas equation. Van der Waal modified the ideal gas equation in order to be applicable to real gas as well. Real gas also അല്ലെങ്കിൽ real gas as well. റിയൽ ഗ്യാസും അംഗീകരിക്കത്തക്ക രീതിയിലേക്ക് വാൻ ഡെർ വാൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ മോഡിഫൈ ചെയ്ത് കിട്ടിയ ഇക്വേഷൻ്റെ പേരാണ് വാൻ ഡെർ വാൾ ഇക്വേഷൻ. ഇനി ആ ഇക്വേഷൻ എങ്ങനെയാണ് ഉള്ളത് നോക്കിക്കോ. ഞാൻ പറഞ്ഞു നിങ്ങളോട് എന്ത്, പ്രഷറിൻ്റെ ടേമിൽ കറക്ഷൻ ഉണ്ടാവുമെന്ന്. ആ പ്രഷറിൻ്റെ ടേമിലുള്ള കറക്ഷനാണ് ഞാൻ എഴുതുന്നത് P+AN²/V². ഇപ്പോൾ ഈ പ്രശ്നം സോൾവ് ആയിട്ടോ, പ്രഷറിൻ്റെ പ്രശ്നം സോൾവ് ആയി. ഇനി എവിടെ പ്രശ്നമുള്ളത്? വോളിയത്തിൽ. ഇനി നോക്കിക്കോളൂ, V - NB = nRT. ഇതാണ് എന്ത്? വാൻ ഡെർ വാൾ ഇക്വേഷൻ എന്നറിയപ്പെടുന്ന ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു ബോർഡ് എക്സാമിന് വളരെ റെഗുലറായിട്ട് ചോദിക്കുന്ന സാധനമാണ് വാൻ ഡെർ വാൾ ഇക്വേഷൻ. എന്നാൽ എന്ത്? ഐഡിയൽ ഗ്യാസിന് റിയൽ ഗ്യാസിനും പറ്റത്തക്ക രീതിയിലേക്ക് മോഡിഫൈ ചെയ്തതാണ്. ഇനി എന്താണ് ഇക്വേഷൻ? P+AN²/V² × V - NB = nRT. ഒന്ന് പറഞ്ഞു നോക്ക്. P+AN²/V² × V - NB = nRT. പോസ് ചെയ്യൂ വീഡിയോ, എന്നിട്ടൊരു പേപ്പർ എടുക്കൂ.
പോസ് ചെയ്തിട്ട് പേപ്പർ എടുത്തിട്ട് 10 പ്രാവശ്യം എഴുതും പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി ഈക്വൽസ് എൻ ആർ ടി. ഓക്കെ, ഇത് കഴിഞ്ഞില്ലേ? ഇനി നിങ്ങളിത് എൻ മോളുകൾക്കുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഫോർ എൻ മോളാണ് ഇപ്പോൾ പറഞ്ഞത്. ഫോർ എൻ മോൾസ് എങ്കിൽ അതെ ഒരു മോളിലേക്കാവുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കുക. ഒരു മോളിലേക്കാവുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ പോരെ. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഈക്വൽസ് ആർ ടി. കാരണം എന്നൊക്കെ 1 കൊടുത്തു. ഇതാണ് 1 മോളിലുള്ളത്. ഫോർ 1 മോൾ. അപ്പോൾ ഇതിൽ നിങ്ങൾ മേലത്തെ ഇക്വേഷനാണ് കാണാൻ പഠിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ബാക്കി 1 കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. സോ വാൻ ഡെർ വാൾ ഇക്വേഷൻ എന്നാൽ എന്ത്? ഈ റിയൽ ഗ്യാസിന് അംഗീകരിക്കത്തക്ക രീതിയിലേക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് കിട്ടിയ ഇക്വേഷൻ്റെ പേരാണ് വാൻ ഡെർ വാൾ ഇക്വേഷൻ. ഇനി അതിൽ ടേമിലേക്ക് ഞാൻ കിടക്കുകയാണ്. പി പ്രഷർ, എ പുതിയ സാധനം, എൻ നമ്പർ ഓഫ് മോൾ, വി വോളിയം, എൻ നമ്പർ ഓഫ് മോൾ, വി വോളിയം, ഇതൊക്കെ ഓക്കെയാണ്. അപ്പോൾ പുതിയതായിട്ട് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് 2 ആൾക്കാർ അവിടെ ഉണ്ട്. ആരൊക്കെയാണ് ആ 2 ആൾക്കാർ? ഒന്ന് എ, മറ്റൊന്ന് ബി. വേർ എ ആൻഡ് ബി ആർ കോൾഡ് വാൻ ഡെർ വാൾ കോൺസ്റ്റൻറ്റ്. എ ആൻഡ് ബി ആർ കോൾഡ് വാൻ ഡെർ വാൾ കോൺസ്റ്റൻറ്റ്. എ സ്റ്റാൻഡ്സ് ഫോർ മാഗ്നിറ്റ്യൂഡ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് attractive force. B stands for effective volume of gas molecule. Effective volume of gases എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ മറ്റാരും അട്രാക്റ്റ് ചെയ്യുകയോ റിപ്പിൽ ചെയ്യുകയോ ഇല്ല എന്നുള്ളതാണ് കൈനറ്റിക് തിയറി. എന്നാൽ ഈ പാർട്ടിക്കിൾ ഇതിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയേക്കാം. അപ്പോൾ എഫക്റ്റ് ചെയ്യുന്ന പ്രഷറിൽ മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് പ്രഷർ മിസ്റ്റേക്ക് വന്നത്. ആ പ്രശ്നം സോൾവ് ചെയ്യാനാണ് നമ്മൾ എ കൊണ്ടുവന്നത്. ഇനി ഞാൻ എ അപ്ലൈ ചെയ്തിട്ട് ഈ പ്രശ്നം സോൾവ് ആയോ എന്നുള്ളത് പറയുന്നത് കേട്ടോളൂ. ഇപ്പോൾ ഇപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ലാത്തൊരു ഘട്ടം വരുമല്ലോ. ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറും വന്നാൽ ദർ ഈസ് നോ അട്രാക്റ്റീവ് ഫോഴ്സ് തന്നെയാണല്ലോ. ഐഡിയൽ ഗ്യാസ് ഒബേ ചെയ്യുന്ന കണ്ടീഷനാണ് ലോ ടെമ്പറേച്ചറും ഹൈ പ്രഷറും. അങ്ങനെ ആകുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവില്ലല്ലോ, ഇല്ല. അപ്പോൾ എ എന്താവും? 0 ആകും. അപ്പോൾ ഈ ടേം എന്തായി? 0 ആയി. അപ്പോൾ പി എന്തായി? പി തന്നെ. ക്ലിയർ ആണ്? എങ്ങനെ ഈ ഇക്വേഷൻ ഐഡിയൽ അല്ലാത്ത ഗ്യാസിനും ഐഡിയൽ ഗ്യാസിനും ഒക്കെ പറ്റും. എന്താ കാരണം? ഐഡിയൽ ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എ 0 ആവും. അപ്പോൾ ആ ടേം 0 ആകും. അപ്പോൾ പഴയ പോലെ തന്നെ ആയി. എന്നാൽ അട്രാക്റ്റീവ് ഫോഴ്സ് വരുമ്പോഴോ അപ്പോൾ ആ വാല്യൂ കൊടുത്താൽ അപ്പോഴും റെഡിയാവും. ഓക്കെ, സോ ഓക്കെ ദെൻ ഇനി വിയിലേക്ക് വരികയാണ്. വോളിയത്തിൻ്റെ കറക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ബി എന്ന ടേമാണ് വാൻ ഡെർ വാൾ കൊടുത്തിട്ടുള്ളത്. ഞാനല്ല വാൻ ഡെർ വാൾ കൊടുത്തിട്ടുള്ളത്. വാൻ ഡെർ വാൾ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് അറിയോ? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഗ്യാസിനെടുത്തു. ഈ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വോളിയം അവൈലബിൾ ആണ് എന്നാണ് കൈനറ്റിക് തിയറി പറയുന്നത്. എന്നാൽ റിയലി ഈ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ നിൽക്കുന്ന സ്പേസ് എന്തായാലും അവൈലബിൾ അല്ല. കാരണം അത് അവർക്ക് നിൽക്കാൻ വേണമല്ലോ. ഞാൻ അത്രയും ഗ്യാസിനൊരു അരുവിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അവർ ഏകദേശം ഇത്രയും സ്പേസിൽ അവർ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു ഗ്യാസിനെ സംബന്ധിച്ച് ആകെ അവൈലബിൾ വോളിയം എന്ന് പറയുന്നത് ഇത് മുഴുവനുമില്ല, മറിച്ച് ഈ ടോട്ടൽ വോളിയത്തിൽ നിന്ന് ഈ ഒരു സാധനം കുറച്ചതാണ്. ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വോളിയത്തിന് ബി എന്ന് എഴുതി. ടോട്ടൽ മോളിക്യൂൾസ് ആകുമ്പോൾ അതിന് എൻ ബി എന്ന് എഴുതേണ്ടി വരും. ബി എന്നാൽ ഓരോ മോളിക്യൂളുടെ ഓരോ മോളിക്യൂളുടേതാണ് ബി. അപ്പോൾ ടോട്ടൽ മോളിക്യൂളിൽ ഞാൻ എൻ ബി എന്ന് എഴുതി. റൈറ്റ്? അപ്പോൾ എൻ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായി? ഈ എല്ലാ മോളിക്യൂളും കൂടി ഒരു സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് വോളിയം ഉണ്ടാവും അത് കിട്ടി. അപ്പോൾ ഒരു മോളിക്യൂളിനെ സംബന്ധിച്ച് അവൈലബിൾ ആയ വോളിയം എന്ന് പറയുന്നത് ഈ ടോട്ടൽ വോളിയത്തിൽ നിന്നും ഈ സ്പേസ് കുറച്ചാൽ കിട്ടുന്നതല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചത് എന്തായിരുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചത് അവൈലബിൾ വോളിയം മുഴുവൻ കിട്ടും, കാരണം ഗ്യാസിന് വോളിയം ഇല്ല എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഗ്യാസിൻ്റെ വോളിയം ഉണ്ട്. ഗ്യാസിൻ്റെ വോളിയം പരിഗണിക്കേണ്ട അവസ്ഥയും പരിഗണിക്കാണ്ടാത്ത അവസ്ഥയും വരും. പരിഗണിക്കേണ്ടാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഐഡിയൽ കണ്ടീഷനാണ്. അല്ലാത്ത കണ്ടീഷനിൽ വി കൺസിഡറബിൾ ആകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ. ആ കറക്ഷനാണ് അദ്ദേഹം ചെയ്തത്. വി മൈനസ് എൻ ബി ഈക്വൽസ് എൻ ആർ ടി. ഇനി നോക്ക്, ഈ വോളിയം കൺസിഡറബിൾ അല്ലാന്നിരിക്കട്ടെ. അപ്പോൾ ഈ ടേം എന്താവും? 0 ആവും. അപ്പോൾ വി മൈനസ് 0 വി. സോ പി വി ഈക്വൽ എൻ ആർ ടി തന്നെ ആവും. അപ്പോൾ ഐഡിയൽ കണ്ടീഷനിൽ വരുമ്പോൾ ഇത് ഐഡിയൽ ഗ്യാസിന് പറ്റും. നോർമൽ കണ്ടീഷനിൽ വരുമ്പോൾ ആ ഗ്യാസിനും ഈ ഇക്വേഷൻ ഒബേ ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻ്റെ പേരാണ് വാൻ ഡെർ വാൾ ഇക്വേഷൻ.
ഞാൻ ഒന്നും കൂടെ പറയട്ടെ. വാട്ട് ഈസ് വാൻ ഡെർ വാൾ ഇക്വേഷൻ? ശ്രദ്ധിച്ചോ. വാൻ ഡെർ വാൾ മോഡിഫൈഡ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ in order to be applicable to real gas as well is called van der Waal equation. The equation is P plus A n square by V square into V minus NB equals nRT, where A and B are constant called van der Waal constant. A stands for magnitude of attractive force and B stands for effective volume of gases. ഇനി ഞാൻ എയിലേക്കും ബിയിലേക്കും ഒന്നും കൂടി വരികയാണ്. See, you can see here the equation again, A n square by V square into V minus NB equals nRT. അതിൽ ഒരു പെർട്ടിക്കുലർ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എ വാല്യൂം ബി വാല്യൂം എത്രത്തോളം വരും എന്നുള്ളതാണ് കാണുന്നത്. സി ഹൈഡ്രജൻക്ക് എ വാല്യൂ 0.2, ബി വാല്യൂ 0.02 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയതാണ് ബി വാല്യൂ എന്ന് പറയുന്നത്. അത് കുറേ ഉണ്ടാകുമ്പോഴും അടുത്തേക്ക് വരുമ്പോഴും ഇതൊക്കെ കൺസിഡറബിൾ തന്നെയാകും. ഇത് അട്രാക്റ്റീവ് ഫോഴ്സ്. ഇപ്പോൾ നോക്ക് H2O നല്ല അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, എന്നാൽ ഹൈഡ്രജനിക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണ്. എന്ന് പറഞ്ഞാൽ ഐഡിയൽ ബിഹേവിയറിലേക്ക് കുറച്ചും കൂടി അടുത്ത് വരിക ഹൈഡ്രജനാണ്, വാട്ടർ അല്ല. വാട്ടർ ഒരുപാട് ഡീവിയേറ്റ് ചെയ്ത് പോകും. അമോണിയം, കാർബൺ ഡൈ ഓക്സൈഡൊക്കെ നല്ല ഡീവിയേഷൻ ഉണ്ടാവും. നമ്മൾ നേരത്തെ ഗ്രാഫ് വരച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹൈഡ്രജൻ ഗ്രാഫിന് ഇപ്പോൾ നമ്മളൊരു പാരലൽ ഗ്രാഫ് വരച്ചപ്പോൾ ഈ പി വി അഗെയിൻസ്റ്റ് പി വരച്ചപ്പോഴൊക്കെ കുറച്ചെങ്കിലും അടുത്തു കൂടെ പോകുന്ന ആളാരായിരുന്നു? ഹൈഡ്രജൻ ആയിരുന്നു. ഇത് ഒറിജിനൽ, ഇത് ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ സാമ്യത ഉള്ളത് ഹൈഡ്രജൻക്കായിരുന്നു. അതിന് കാരണം അതാണ്. ഓക്കെ, ഇതിനേക്കാളും സാമ്യത കാണിച്ചിരുന്ന ആളാണ് ശരിക്കും ആര്? ഹീലിയം. അത് പോട്ടെ. സോ ഇതാണ് എന്ത് വാൻ ഡെർ വാൾ ഇക്വേഷനും അനുബന്ധ കാര്യങ്ങളും. ഇനി ഞാൻ ആ എയെയും ബിയെയും പറ്റി ഒന്ന് പറയട്ടെ. വാൻ ഡെർ വാൾ കോൺസ്റ്റൻറ്റ് എ ആൻഡ് ബി, ഞാൻ ജസ്റ്റ് അതിൻ്റെ എൻട്രൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിലെ അതിൻ്റെ യൂണിറ്റ് ചോദിക്കും, അതിന് വേണ്ടിയിട്ടാണ്. വാൻ ഡെർ വാൾ കോൺസ്റ്റൻറ്റ് എ ആൻഡ് ബി, വാൻ ഡെർ വാൾ കോൺസ്റ്റൻറ്റ് എ ആൻഡ് ബി നോക്കിക്കോളൂ. സി, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ മാഗ്നിറ്റ്യൂഡ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ. ഇത് അട്രാക്റ്റീവ് ഫോഴ്സിനെ പരിഗണിച്ചുള്ള സാധനമാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി, നമുക്ക് പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും എന്താണ് സാധനം? പ്രഷറല്ലേ, പ്രഷറാണ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഇത് നമ്മൾ എന്താ പറയുക, ടോട്ടൽ കിട്ടേണ്ട പ്രഷറാണ് ഈ കാണുന്നത്. ഇതാണ് അവിടെ നമ്മൾ തിയറിറ്റിക്കലി എക്സ്പെക്ട് ചെയ്ത പ്രഷർ അതാണ് ഈ പി. പക്ഷേ ആ പി എന്ന് പറയുന്നതിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് എത്തണമെങ്കിൽ ഈ ഒരു കൺസിഡറേഷൻ നമ്മൾ ചെയ്യണം എന്നർത്ഥം അല്ലേ. ഇതാണ് നമ്മൾ ഐഡിയലിന് എക്സ്പെക്ട് ചെയ്ത പ്രഷർ. ഇത് ശരിക്കും കിട്ടിയ പ്രഷർ. ശരിക്കും കിട്ടിയ പ്രഷറിലേക്ക് അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ ഫാക്ടർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ പ്രഷറിന് തുല്യമാവും, മീൻസ് എക്സ്പെക്റ്റഡ് പ്രഷറിന് തുല്യമാവും. അത് കൊള്ളായോ? എന്നാൽ പോട്ടെ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കുട്ടിയേക്ക് അതൊക്കെ ഞാൻ ചിലപ്പോൾ അങ്ങനെ അറിയാതെ എൻട്രൻസിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എന്ന് പറഞ്ഞാൽ ഈ ഭാഗപ്പ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വിടുക. നിങ്ങൾ എ എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെതാണ്. ഇനി ഞാൻ ചെയ്യാൻ പോണത് എയുടെ യൂണിറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് പറയാൻ പോവാണ്. പി പ്ലസ് എ എൻ സ്ക്വയർ എന്ന് പറഞ്ഞ പ്രഷറാണ്. പ്രഷർ പ്ലസ് പ്രഷറേ പ്രഷർ ആവുകയുള്ളൂ. സോ ഈ ടേംസും ശരിക്കും പറയുന്നത് പ്രഷർ തന്നെയാണ്. സോ ഐ ക്യാൻ റൈറ്റ് പി ഈക്വൽസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ എന്ന്. ഇവിടുന്ന് എ അവിടെ നിർത്ത്. എ ഈക്വൽസ് പി വി സ്ക്വയർ ബൈ എൻ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? എഴുതാൻ പറ്റും. എന്താ പിയുടെ യൂണിറ്റ്? പ്രഷറിൻ്റെത് ATM. എന്താ വിയുടേത്? ലിറ്റർ സ്ക്വയറായി. ഇനി താഴെ ആരാ? മോള്. താഴെ ആയതുകൊണ്ട് ഞാൻ എന്ത് ഇൻവേഴ്സ് ഇട്ടു. മോൾ സ്ക്വയർ ഉണ്ടായതുകൊണ്ട് മോൾ റേസ് ടു. ദിസ് ഈസ് ദ യൂണിറ്റ് ഓഫ് എ. ATM ലിറ്റർ സ്ക്വയർ, മോൾ റേസ് ടു -2. ഇനി അതേപോലെ തന്നെ ഞാൻ വാൻ ഡെർ വാൾ കോൺസ്റ്റൻറ്റ് ബിയെ പറ്റി പറയാൻ പോവാണ്. ബി അവിടെ നമുക്കറിയാം വി മൈനസ് എൻ ബി എന്ന് പറയുന്നത് വോളിയമാണ്. ചുരുക്കി പറഞ്ഞാൽ എൻ ബി എന്ന് പറഞ്ഞാൽ വോളിയമാണ്. സോ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ബൈ നമ്പർ ഓഫ് മോളാണ്. എന്ന് പറഞ്ഞാൽ ലിറ്റർ പെർ മോൾ. ഇതാണ് ഇതിൻ്റെ യൂണിറ്റ്. ആരുടെ യൂണിറ്റ്? ബിയുടെ യൂണിറ്റ്. സോ എയുടെ യൂണിറ്റ് ATM ലിറ്റർ സ്ക്വയർ ബൈ മോൾ സ്ക്വയർ. ബിയുടെ യൂണിറ്റ് ലിറ്റർ പെർ മോൾ. അതാണ് ഇവിടെ നിങ്ങൾ കണ്ട എയുടെ യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത്രയുമാണ് വാൻ ഡെർ വാൾ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഒന്ന് പറഞ്ഞാട്ട്, വാട്ട് ഈസ് വാൻ ഡെർ വാൾ ഇക്വേഷൻ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് എല്ലാവർക്കും പറ്റുന്ന കോലത്തിലാക്കിയ ഇക്വേഷനാണ് വാൻ ഡെർ വാൾ ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി ഈക്വൽസ് nRT. where A and B are called van der Waal constant. A stands for magnitude of attractive force
B stands for effective volume of gas molecules. Okay. നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കാണ് ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്. ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്. ഗ്യാസിനെ കംപ്രസ് ചെയ്താൽ ലിക്വിഡാക്കാൻ പറ്റും എന്ന ധാരണയിലാണല്ലോ നമ്മളൊക്കെ ഉള്ളത്. ശരിയാണ്. നല്ലൊരു എക്സാമ്പിളാണ് പെട്രോളിയം ഗ്യാസ്. പെട്രോളിയം ഗ്യാസിനെ ഈ പറഞ്ഞ മാതിരി ലിക്വിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, LPG. നമ്മൾ വളരെ ഫെമിലിയർ ആണല്ലോ LPG, അല്ലേ? കുക്കിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന സാധനമാണ്. അപ്പോൾ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്താൽ ലിക്വിഫൈഡ് ഗ്യാസ് ആക്കാൻ പറ്റും എന്നുള്ളത് ഓക്കെ. പക്ഷേ ഇതിനെപ്പറ്റി പഠിച്ചു നോക്കിയപ്പോഴേ നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചറിൽ ഇഷ്ടമുള്ള മാതിരിയാണ്ട് കംപ്രസ് ചെയ്താൽ ലിക്വിഡ് ആവില്ല. ഇതിനെപ്പറ്റി നല്ലൊരു പഠനം നടത്തിയത് ആൻഡ്രൂ തോമസ് എന്ന സയൻറ്റിസ്റ്റാണ്. ആൻഡ്രൂ തോമസ് അദ്ദേഹം പഠിച്ചത് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്തെന്നാൽ ഗ്യാസ് അങ്ങോട്ട് എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും കംപ്രസ്സായി ലിക്വിഡ് ആയിക്കൊള്ളണമെന്നില്ല. അതിന് കുറച്ച് ക്രിട്ടിക്കൽ ഫിനോമിനനുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഉയർന്ന ടെമ്പറേച്ചർ വെച്ചിട്ട് നമ്മൾ എത്ര കംപ്രസ് ചെയ്താലും ഗ്യാസ് ലിക്വിഡ് ആകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ദാറ്റ് മീൻസ് ദർ ആർ സം ക്രിട്ടിക്കൽ ഫിനോമിനൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോൺസ്റ്റൻറ്റ് റിലേറ്റഡ് ടു ലിക്വിഫാക്ഷൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസിന് ലിക്വിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൻ്റെ താഴേക്ക് ലിക്വിഡ് ആക്കാൻ പറ്റുള്ളൂ, ഒരു പർട്ടിക്കുലർ പ്രഷറിൻ്റെ മേലേക്കേ ലിക്വിഡ് ആക്കാൻ പറ്റുള്ളൂ, ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ എത്തുമ്പോഴേ ലിക്വിഡ് ആക്കാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ എൻ്റെ അടുത്തൊരു ഗ്യാസ് ഉണ്ട്. ഇതാ ഞാൻ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു സാധനം എടുത്തു. ഇതാ ഇതിൽ നമ്മൾ ഇതിനുള്ളിൽ ഗ്യാസാണ്. ഇതിങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് കംപ്രസ് ചെയ്തു ഹൈ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ഇട്ടിട്ട്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് വരും, ഭയങ്കര പ്രഷറുള്ള ഗ്യാസായിട്ട് മാറും. ലിക്വിഡ് ചിലപ്പോൾ ആവും, ചിലപ്പോൾ ആവില്ല. അത് ഗ്യാസിൻ്റെ നേച്ചറിനനുസരിച്ചാണ്. ചില ഗ്യാസ് ലോ ടെമ്പറേച്ചറിലേക്ക് വന്നാലേ ലിക്വിഡ് ആവുള്ളൂ. ചില ഗ്യാസിന് കുറച്ചും കൂടി എളുപ്പത്തിൽ ലിക്വിഡ് ആകാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓരോ ഗ്യാസിനും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിലേക്ക് ഒരിക്കലും ലിക്വിഡ് ആകാൻ പറ്റില്ല. ഇതാണ് ആൻഡ്രൂ തോമസ് പഠിച്ചത്. അങ്ങനെ അദ്ദേഹം തിരിച്ചറിഞ്ഞു കുറച്ച് ക്രിട്ടിക്കൽ ഫിനോമിനൻ ഉണ്ടെന്ന്. സോ നമ്മൾ ആ ക്രിട്ടിക്കൽ ഫിനോമിനനാണ് മനസ്സിലാക്കാൻ പോണത്. ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ് റിലേറ്റഡ് ടു ലിക്വിഫാക്ഷൻ. ഓക്കെ. അദ്ദേഹം ഈ പരീക്ഷണം നടത്തിയപ്പോൾ അദ്ദേഹം PV ഗ്രാഫ് നോക്കിക്കോളൂ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഗ്യാസാണ് ഇതിനുള്ളിൽ നിന്ന് എഴുതിക്കോളൂ. അദ്ദേഹം ഇങ്ങനെ കംപ്രസ് ചെയ്തു, അഥവാ പ്രഷർ ഇങ്ങനെ കൊടുത്തപ്പോൾ വോളിയം ഇങ്ങനെ കുറഞ്ഞു വന്നു. അതിൻ്റെ ഗ്രാഫ് അദ്ദേഹം പഠിച്ചു ഓരോ ടെമ്പറേച്ചറിൽ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത്, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് PV ഗ്രാഫ് ഇങ്ങനെയാണ് പോവാന്ന്, അല്ലേ? ഇത് T1 എന്ന ടെമ്പറേച്ചറിൽ അങ്ങനെ പോയി. ഈ PV ഗ്രാഫ് മറ്റൊരു ടെമ്പറേച്ചറിൽ കുറച്ചും കൂടി ഉയർന്ന ടെമ്പറേച്ചർ ആണെങ്കിൽ ഇങ്ങനെ പോവും. ഇനി അതിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറിലാവുമ്പോൾ PV ഗ്രാഫ് എങ്ങനെയാണ് പോവുക എന്നുള്ളതാണ് അദ്ദേഹം പഠിച്ചത്. ഗ്യാസിന് ഇങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്ത് വോളിയത്തിലുള്ള വേരിയേഷനൊക്കെ അദ്ദേഹം പഠിച്ചപ്പോഴാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ കാര്യം അദ്ദേഹത്തിന് കിട്ടിയത്. ഏത്? അദ്ദേഹം ആദ്യം ഒരു ഹൈ ടെമ്പറേച്ചർ അറൗണ്ട് ഒരു 50 ഡിഗ്രിയാണെന്ന് എഴുതിക്കോളൂ. പരീക്ഷണം നടത്തിയപ്പോൾ പ്രഷർ ഇങ്ങനെ കൂട്ടുമ്പോൾ വോളിയം ഇങ്ങനെ കുറഞ്ഞു വരുന്നു. കണ്ട, ഈ ഭാഗത്താണ് പ്രഷർ, ഇത് വോളിയം. പ്രഷർ ഇങ്ങനെ കൂട്ടുമ്പോൾ വോളിയം ഇങ്ങനെ കുറഞ്ഞു വരുന്നു. പ്രഷർ ഇങ്ങോട്ട് കൂടുകയാണ്, വോളിയം അങ്ങോട്ടാണ് കൂടുന്നത്, വോളിയം ഇങ്ങോട്ട് കുറയാണ്. സോ ലോ പ്രഷറിൽ ഇവിടെ ഉണ്ടായിരുന്ന സാധനം പ്രഷർ ഇങ്ങനെ കൂടുമ്പോൾ വോളിയം കുറയുന്നു, പ്രഷർ കൂടുന്നു. കണ്ട, അവിടെ എത്തി. പിന്നെ അദ്ദേഹം ഒരു 31 ഡിഗ്രി ടെമ്പറേച്ചറിൽ പരീക്ഷണം നടത്തി. അപ്പോഴും അതേ പോക്കന്നെ, ഈ ഗ്രീൻ ലൈൻ നോക്കുക, അതേ പോക്കന്നെ. ഒരു 30.98 എന്ന പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയപ്പോഴേ 30.98 ഡിഗ്രി സെൽഷ്യസ് എത്തിയപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചെന്താ അറിയോ? ആദ്യം അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്.
ഓക്കെ, ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരൊറ്റ പോയിന്റ് എത്തിയപ്പോൾ ആ പോയിന്റിൽ നിന്ന് പിന്നീട് അത് ലിക്വിഡായിട്ട് മാറി. കണ്ട, ഈ ഗോൾഡൻ കളർ ഗ്യാഷ്യസ് സ്റ്റേറ്റും ഗ്രീൻ കളർ ഇത് ലിക്വിഡ് സ്റ്റേറ്റുമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ നോക്കിക്കോ ഈ 31 ഡിഗ്രി സെൽഷ്യസ് എന്ന ഈ കണ്ടീഷനിൽ നോക്കിയപ്പോൾ അദ്ദേഹം എത്ര കംപ്രസ് ചെയ്തിട്ടും ലിക്വിഡ് ആവുന്ന പ്രശ്നമേ ഇല്ല. എപ്പോഴും അത് ഏതാ സ്റ്റേറ്റ്? ഗ്യാഷ്യസ് സ്റ്റേറ്റ് തന്നെയായിരുന്നു. എന്നാൽ 30.98 എന്ന ചെറിയൊരു വേരിയേഷൻ വരുത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ കംപ്രസ് ചെയ്ത് വന്നപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രഷർ എത്തിയപ്പോൾ ആ ഗ്യാസ് ലിക്വിഡായി. ഇങ്ങനെ നമുക്ക് ആദ്യമായിട്ട് ലിക്വിഡ് കിട്ടിയ ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൻ്റെ പേരാണെന്ത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. So what is critical temperature? The temperature above which liquid cannot be formed by compression of gas. ഈ ടെമ്പറേച്ചറിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ലിക്വിഡ് കിട്ടൂല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ലിക്വിഫൈ ദാറ്റ് ഗ്യാസ്. ദാറ്റ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ നിങ്ങളെ മനസ്സിലുണ്ട്, ഓക്കെ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ ലിക്വിഡും മേലെ ഗ്യാസ് ആണെന്ന്. അങ്ങനെ പറയാനായിട്ടില്ല. ഇത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലല്ലേ ഈ ഗോൾഡ് നിൽക്കുന്നത്? അതെ. ഇവിടുത്തെ സ്റ്റേറ്റ് എന്താ? ഗ്യാസ് ആണ്. പിന്നെ എപ്പോഴാണ് ലിക്വിഡായത്? ഈ ഒരു പെർട്ടിക്കുലർ പ്രഷർ എത്തിയപ്പോൾ. യെസ്. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ആയതുകൊണ്ട് ലിക്വിഡ് ആവില്ല. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ നമ്മൾ കംപ്രസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പ്രഷറിലെത്തിയാൽ എന്താവുള്ളൂ? അത് ലിക്വിഡ് ആവുള്ളൂ. അപ്പോൾ ഈ പ്രഷറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദിസ് പെർട്ടിക്കുലർ പ്രഷർ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ പ്രഷർ. അപ്പോൾ നമ്മൾ മറ്റൊരു സംഭവം കിട്ടി, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ക്രിട്ടിക്കൽ പ്രഷറും. സോ വാട്ട് ഈസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? The temperature above which the gas cannot be liquefied by compression. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് എത്ര കംപ്രസ് ചെയ്താലും ഗ്യാസിനെ ലിക്വിഡ് ആക്കാൻ പറ്റില്ല. ആ ഒരു ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. എന്നാൽ ആ ടെമ്പറേച്ചറിലോ അതിൻ്റെ താഴെയോ ആണെങ്കിൽ കംപ്രസ് ചെയ്ത് ലിക്വിഡ് ആക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് ക്രിട്ടിക്കൽ പ്രഷർ. ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലുള്ള ഒരു ഗ്യാസിന്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ ഉള്ളൊരു ഗ്യാസിന് നമ്മൾ ഇങ്ങനെ കംപ്രസ് ചെയ്തൊരു പെർട്ടിക്കുലർ പ്രഷർ എത്തിക്കഴിഞ്ഞാലേ ലിക്വിഡ് ആവുള്ളൂ. അതിൻ്റെ താഴേക്ക് ഒരിക്കലും ആവാൻ കഴിയില്ല. ആ മിനിമം പ്രഷർ, ഇതിൻ്റെ താഴേക്ക് ഒരിക്കലും ഇതെന്തല്ല, ഗ്യാസ് അല്ല, അത് മുതൽ അങ്ങോട്ട് ഗ്യാസാണ്. അപ്പോൾ ദാറ്റ് മിനിമം പ്രഷർ റിക്വയർഡ് ടു ലിക്വിഫൈ എ ഗ്യാസ് അറ്റ് ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇസ് കോൾഡ് ക്രിട്ടിക്കൽ പ്രഷർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറുള്ള ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ വേണ്ട ഏറ്റവും മിനിമം പ്രഷറിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ പ്രഷർ. കാര്യം മനസ്സിലായോ? ഇനി ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഒരു 1 മോൾ ഗ്യാസിനെ നമ്മളിങ്ങനെ ലിക്വിഫൈ ചെയ്ത് ക്രിട്ടിക്കൽ പ്രഷറിലെത്തിയപ്പോൾ ലിക്വിഡായല്ലോ. ഈ പെർട്ടിക്കുലർ കണ്ടീഷനിലെ വോളിയത്തിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ വോളിയം. ഇതാ ഈ വോളിയത്തിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ വോളിയം. സോ വി ഹാവ് ഗോട്ട് ദ തേർഡ് ക്രിട്ടിക്കൽ ഫിനോമിനൻ, ക്രിട്ടിക്കൽ വോളിയം. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 3 കോൺസ്റ്റൻറ്റുകളുണ്ട്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ ആൻഡ് ക്രിട്ടിക്കൽ വോളിയം. വ്യത്യസ്ത ഗ്യാസുകൾക്ക് വ്യത്യസ്തമായിരിക്കും. എന്താ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? ദ ടെമ്പറേച്ചർ എബോവ് വിച്ച് ഗ്യാസ് കാനോട്ട് ബി ഫോംഡ്, ഗ്യാസ് കാനോട്ട് ബി ലിക്വിഫൈഡ്. അതിന് മേലെ ഒരിക്കലും നമുക്ക് ലിക്വിഡ് ഫോം ചെയ്യാൻ പറ്റില്ല, ഗ്യാസ് ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല, അതിന് താഴേക്ക് പറ്റും. എന്താ ക്രിട്ടിക്കൽ പ്രഷർ? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ലിക്വിഫൈ ചെയ്യാൻ വേണ്ട ഏറ്റവും മിനിമം പ്രഷർ. എന്താ ക്രിട്ടിക്കൽ വോളിയം? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസിനെ ഇങ്ങനെ കംപ്രസ് ചെയ്ത് ക്രിട്ടിക്കൽ പ്രഷറിൽ എത്തുമ്പോൾ ലിക്വിഡ് ആവുമല്ലോ, ആ സമയത്തുള്ള വോളിയത്തിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ വോളിയം. റൈറ്റ്. പിന്നെ ഈ പഠനം തുടർന്നു. ഏത്? 30.98 നിന്നും താഴ്ന്നൊരു ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നു. ഒരു 25 ഡിഗ്രി ആയിക്കോട്ടെ, 25 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ കംപ്രസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഒരു പെർട്ടിക്കുലർ പ്രഷർ എത്തിയപ്പോൾ അത് ഒരു പ്രത്യേക സ്റ്റേജിലേക്ക് മാറി. എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ലിക്വിഡായി, കുറച്ച് ആൾക്കാർ ഗ്യാസ് തന്നെ. അത് പിന്നീട് കുറേ സമയത്തേക്ക് അങ്ങനെ തന്നെ തുടർന്നു. കണ്ടാ? ഒരു ഇത് 21.5 ഡിഗ്രിയാണ് മക്കളെ, 21.5 ഡിഗ്രിയാണ്. ഞാനിവിടെ 25 ഡിഗ്രിയാണ്. ഇത് 21.5 ഡിഗ്രി നോക്കിക്കോ. ഇതാ ഇങ്ങനെ. ഇതിപ്പോൾ അതിൻ്റെ മേലെയാണെങ്കിൽ, അതിനേക്കാൾ ഉയർന്ന ടെമ്പറേച്ചർ ആണെങ്കിൽ ഇവിടെ കിട്ടുന്നേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗ്യാസിന് നമ്മൾ ആദ്യം ഗ്യാസിന് കംപ്രസ് ചെയ്തപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രഷറിലെത്തിയപ്പോൾ, ഈ പ്രഷറിലെത്തിയപ്പോൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? വോളിയം ഇങ്ങനെ കുറച്ചാലും പ്രഷറിന് മാറ്റം വരുന്നില്ല, പ്രഷർ റിമെയിൻസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ
വോളിയം കുറയുന്നുണ്ട്, പക്ഷേ പ്രഷർ മാറാതെ നിന്നു. കുറച്ചൊക്കെ കഴിയുമ്പോൾ പിന്നെ ഒറ്റയടിക്ക് പ്രഷർ നല്ലാണ്ട് കൂടി എന്ന് പറഞ്ഞാൽ ഈ ഒരു സോണിൽ, ഈ സോണ്, ആ സോണിൽ ലിക്വിഡും ഗ്യാസും കൂടെ എക്സിസ്റ്റ് ചെയ്യായിരുന്നു. അതിന് പറയാം കോ എക്സിസ്റ്റിംഗ് സ്റ്റേജ്. എന്താണ് കോ എക്സിസ്റ്റിംഗ് സ്റ്റേജ്? സോ ഈ ബി എന്ന് പറയുന്നത് കോ എക്സിസ്റ്റിംഗ് സ്റ്റേജാണ്. എന്താ ഈ കോ എക്സിസ്റ്റിംഗ് എന്ന് പറയുന്നത്? കോ എക്സിസ്റ്റിംഗ് ആണ്. ഈ ബി എന്ന് പറയുന്നത് കോ എക്സിസ്റ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും കൂടി നിലനിൽക്കുന്ന സ്റ്റേജാണ് ഈ കോ എക്സിസ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. റൈറ്റ്? അപ്പോൾ നോക്ക്, ഈ ഗോൾഡൻ കളറിൽ കാണുന്നത് ഗ്യാസ്, ഈ ഗ്രീൻ കളർ എ എന്ന് പറയുന്നത് എന്താണ്? അത് ലിക്വിഡാണ്, ലിക്വിഡ് അല്ലേ? ഇനി ഈ ബി എന്ന് പറയുന്നതോ കോ എക്സിസ്റ്റിംഗ് സ്റ്റേജ്. അപ്പോൾ ഈ ഗോൾഡനോ ലിക്വിഡ്. കിട്ടിയ? ഇതിൻ്റെ ഇപ്പുറത്തേക്കുള്ളത് മുഴുവൻ ലിക്വിഡും അപ്പുറത്തേക്കുള്ളത് ഗ്യാസും നടുവിലുള്ളത് കോ എക്സിസ്റ്റിംഗ് സ്റ്റേജുമാണ്. ഇനി ലോവർ ടെമ്പറേച്ചറിൽ വീണ്ടും പരീക്ഷണം നടത്തിയപ്പോൾ നോക്ക്, അതിനേക്കാളും കുറഞ്ഞൊരു 3 ഡിഗ്രിയിലേക്ക് ടെമ്പറേച്ചറിലേക്ക് പരീക്ഷണം നടത്തിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കോ എക്സിസ്റ്റിംഗ് സ്റ്റേജിലെത്തി. കുറച്ച് പ്രഷർ കൊടുത്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? പിന്നെ പ്രഷർ കൊടുക്കുമ്പോൾ എഫക്റ്റ് ഇല്ല, പ്രഷർ വാരി ചെയ്യുന്നില്ല, വോളിയം നല്ലോണം കുറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സിറിഞ്ചിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആദ്യം നന്നായിട്ട് പ്രസ് ചെയ്ത് ഇവിടെ താഴ്ന്നത്, പിന്നെ വെറുതാണ് പോകുന്നുണ്ട്, വോളിയം പറ്റ കുറഞ്ഞു, നമ്മൾ പ്രഷർ കൊടുത്തിട്ടില്ല. ആ ഒരു സ്റ്റേജാണിത്. കാരണം എന്താ സംഭവിച്ചത്? അവിടെ കുറേ ആൾക്കാർ ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്തു. ആ ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്തതാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ? എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടും നിലനിൽക്കുന്നുണ്ട്, കോ എക്സിസ്റ്റിംഗ് സ്റ്റേജാണ്. പിന്നെ നമ്മൾ നന്നായിട്ട് പ്രഷർ കൊടുക്കേണ്ടി വന്നു, കാരണം ആ എല്ലാ ഗ്യാസിനെയും ഇപ്പം എന്താക്കി? ലിക്വിഡാക്കി. ഇതാണ് ആൻഡ്രൂ തോമസ് പഠിച്ച ഗ്രാഫ്. സി, ഞാൻ പറഞ്ഞു ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്, ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇതിൻ്റെ ഈ കൂർപ്പുകൾ യോജിപ്പിച്ച് നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, സി നോക്കിക്കോ, ഇതിങ്ങനെ യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡോം ഷേപ്പാണ് കിട്ടുക. ഈ കുബ്ബല്ല, മിനാരം, പള്ളിയിലേക്ക് കുബ്ബുണ്ടല്ലോ, അതേപോലത്തെ സാധനമാണ് കിട്ടുക. അതങ്ങനെ തന്നെ പറയാം. അതിൻ്റെ കർവ് താഴത്തേക്ക് വരുന്നതനുസരിച്ച് ഏരിയ അണ്ടർ ദ കർവ് കൂടി വരികയാണ്. ഏരിയ അണ്ടർ, ഐ മീൻ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഏരിയ ഓഫ് ദിസ് കോ എക്സിസ്റ്റിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദിസ് കോ എക്സിസ്റ്റിംഗ് സ്റ്റേജ് കൂടി വരികയാണ് അല്ലേ? ഇതിങ്ങനെ താഴേക്ക് വരുമ്പോൾ കൂടുന്നല്ല മക്കളെ. സോ വീണ്ടും ലോ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിലും താഴെ നമുക്ക് കിട്ടിയാൽ കോ എക്സിസ്റ്റിംഗ് സ്റ്റേജ്, അപ്പോൾ ഇതാ ഇങ്ങനെ വരും, ഇതിങ്ങനെ പോവുകയും ചെയ്യും. ഓക്കെ? സോ ഇതാണ് എന്ത് ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ ഈ പർട്ടിക്കുലർ പ്രഷർ എന്ന് പറയുന്നതും സി ഒന്നുമില്ല, 73 ATM ആണ്. ഓക്കെ, അപ്പോൾ ഫൈനൽ കൺക്ലൂഷൻ പറയാനുള്ളത്, ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുമെങ്കിലും പെട്ടെന്നാണ്ട് കംപ്രസ് ചെയ്താൽ ലിക്വിഡ് ആവില്ല. എല്ലാ ഗ്യാസിനും കുറച്ച് ക്രിട്ടിക്കൽ ഫിനോമിനുകളുണ്ട്. ചില പ്രത്യേക ടെമ്പറേച്ചറും പ്രഷറും വോളിയത്തിനും കണ്ടീഷൻഡായിട്ട് അവരെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇവയെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ കോൺസ്റ്റൻറ്റ്. അതിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വോളിയം, ഈ 3 ടേം ഉണ്ട്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നാൽ എന്ത്? ദ ടെമ്പറേച്ചർ above which gas cannot be liquefied is called critical temperature. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വാല്യൂ എത്ര കിട്ടിയത്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30.98 അല്ലേ? ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ വോളിയം എന്ന് പറയുന്നത്, രണ്ടാമത് ക്രിട്ടിക്കൽ പ്രഷറാണ് അല്ലേ? ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത് 72.7 ATM ആണ്. എന്താ ക്രിട്ടിക്കൽ പ്രഷർ? The pressure below which gas cannot be liquefied at critical temperature. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യുമ്പോൾ ഏത് പ്രഷറിലാണോ നമ്മൾ ഏത് പ്രഷറിലാണോ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റിയത്, ആ പ്രഷറിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ പ്രഷർ. അപ്പോൾ ഇങ്ങനെ പറയാം, ദ മിനിമം പ്രഷർ, നോക്കൂ,
വാട്ട് ഈസ് ക്രിട്ടിക്കൽ പ്രഷർ? ദ മിനിമം പ്രഷർ റിക്വയേർഡ് ടു ലിക്വിഫൈ ഗ്യാസ് അറ്റ് ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ വേണ്ട ഏറ്റവും മിനിമം പ്രഷറിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ പ്രഷർ. ദെൻ ക്രിട്ടിക്കൽ വോളിയം. ക്രിട്ടിക്കൽ വോളിയം എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യുന്നില്ല, ഒരു മോൾ ഗ്യാസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും ക്രിട്ടിക്കൽ പ്രഷറിലും ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയമാണ്. കാർബൺ ഡൈ ഓക്സൈഡിന് അത് 95 ml ആണ് വരിക പെർ മോൾ. ഒരു മോള് 95 ml ആണ് കാർബൺ ഡൈ ഓക്സൈഡിന് ഈ കണ്ടീഷനിൽ ഉണ്ടാവുക. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ്. ഇതോടെ നമ്മുടെ ഗ്യാഷ്യസ് സ്റ്റേറ്റ് തീരെയാണ്. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ദാറ്റ്സ് ഓൾ.